ഈ ടൈറ്റിൽ കാണുമ്പോൾ അതായത് ലോകം മുഴുവൻ ആറ്റമുണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് ഇലക്ട്രോണുണ്ട്, പ്രോട്ടോണുണ്ട്, ന്യൂട്രോണുണ്ട്, ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ ആൾക്കാരും അത് വിശ്വസിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തോട്ട് കയറിയിട്ടാണ് ഇത് വെറും പൊട്ടത്തരമാണ്, കള്ളത്തരമാണെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് അറിയാൻ പാടില്ല എന്നിട്ടല്ല, പക്ഷേ ബോധമുള്ള ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതായത് അനുഭവ ബോധ്യത്തിലൂടെ ചിന്തിച്ച് യാത്ര ചെയ്യുന്ന മനുഷ്യർ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. ആറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വാക്കുണ്ട്. ആറ്റം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഒരു സബ്സ്ട്രേറ്റ് മീനിങ് ഉണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന നിർവചനമാണോ? അതല്ല. അല്ലെങ്കിൽ ഇന്ന് പറയുന്ന നിർവചനമാണോ? അതുമല്ല. ഇലക്ട്രോൺ ഉണ്ടോ, പ്രോട്ടോൺ ഉണ്ടോ, ന്യൂട്രോൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വാക്കുകൾ ഉദ്ദേശിക്കുന്നതിന് ഒരർത്ഥമുണ്ട്. അത് ആ ശബ്ദരൂപങ്ങളുടെ ഭാഷയിലുള്ള അർത്ഥമാണ്. പക്ഷേ അതിന് കൊടുക്കുന്ന നിർവചനത്തിനനുസരിച്ചിട്ടുള്ള യാഥാർത്ഥ്യമുണ്ടോ? അതില്ല. അതായത് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറയുന്ന നിർവചനത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഇല്ല. അത് തട്ടിപ്പാണ്. തട്ടിപ്പെന്ന് തന്നെ പറയത്തുള്ളൂ, അല്ലാണ്ട് അറിവില്ലായ്മയൊന്നുമല്ല. കാരണം ഇതൊക്കെ ഏത് കൊച്ചുകുട്ടിക്കും ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അതൊന്നും അറിയാൻ പാടില്ലാതെ ശാസ്ത്രം വളരുന്നതാണ് എന്നൊക്കെ പറയുന്നത് കള്ളത്തരമാണത്. മനസ്സിലായോ? നമുക്ക് ഒരു സബ്സ്ട്രേറ്റ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. അപ്പുറത്തോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് കാണിച്ച് അവിടെ ഓരോ ഫേക്ക് ജോബുകൾ, കള്ള തൊഴിലുകൾ സൃഷ്ടിക്കുക എന്ന് പറയും. കള്ളത്തൊഴിലുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ എന്തൊക്കെയോ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കാണിച്ചുകൊണ്ട് ഒരു വലിയ ഏജൻസി ഉണ്ടാക്കും. ആ ഏജൻസി എന്തിനാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഫാസിസത്തിലോട്ട് പോകുന്ന അധികാരവർഗത്തിനാണ് അങ്ങനെയുള്ള ഏജൻസികളെ കൊണ്ടുള്ള ഗുണം. കാരണം അവർക്ക് എന്ത് കഥകളും അടിച്ചിറക്കാം, ജനങ്ങളത് വിഴുങ്ങുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആറ്റത്തിലോട്ട് തിരിച്ചു വരാം. ആറ്റവും പിന്നെ അപ്പോൾ ഇങ്ങനെയുള്ള തിയറികൾ വരുന്ന സമയത്ത് ഇവിടെ ഇന്ത്യയിലിരിക്കുന്ന കുറേ പൊട്ടന്മാർ, പിന്നെ അത് ശരിയാണ്, കണാദൻ്റെ കണമുണ്ട്. കണാദൻ എന്ന് പറയുന്ന ആൾ ഇവിടെ കണം ഉണ്ടാക്കി, അയാൾ പറഞ്ഞിട്ടുണ്ട് കണത്തെ പറ്റി എന്താണെന്നൊക്കെ. ഈ കണം എവിടുന്ന് വരുന്നെന്നോ ഇതൊന്നും അറിയില്ല ബേസിക്കലി എന്താണ്. അപ്പോൾ നമ്മൾ ആറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം ആ വാക്ക് എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് ആ, ട്, എന്ന് പറയുന്ന 3 അക്ഷരങ്ങളാണ്. അതിൽ ടെം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചില സമയത്ത് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു പലകയുടെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കൂടിച്ചേർന്ന് ഒരു ആരോ പോലെ ആയിട്ട് അതിൻ്റെ അറ്റത്ത് വന്ന് ഒരു തുള്ളി പോലെ ഇങ്ങനെ നിറഞ്ഞിട്ട് ആ തുള്ളിയാണ് താഴത്തോട്ട് ട് എന്ന് പറഞ്ഞുകൊണ്ട് വീഴുന്നത്. അപ്പോൾ ഇനി അല്ലെങ്കിൽ ഒരു പെൻസിൽ നിങ്ങൾ കൂർപ്പിക്കുമ്പോൾ, നിങ്ങൾ ഒരു കൂർപ്പിച്ച പെൻസിൽ എടുക്കുക. അതിൻ്റെ അറ്റഭാഗത്ത് ആ കൂർത്തിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അതിനെയാണ് ടെം എന്ന് പറഞ്ഞത്. അപ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത്? റിലേറ്റീവ്ലി ഒരു പോയിൻ്റായിട്ടിരിക്കുന്ന വസ്തു, അതാണ് റിലേറ്റീവ്ലി ആണ്. റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 100 കിലോയുള്ള വളരെ വലിയ പ്ലേറ്റ് ആയിട്ടുള്ളൊരു ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മളൊരു കണക്ക് വെച്ചിട്ട് നമ്മൾ മുറിച്ച് വരുമ്പോൾ അവസാനം കിട്ടുന്ന ഒരു ചെറിയ രൂപം എന്താണോ അത് റിലേറ്റീവ്ലിയാണ് പറയുക, അല്ലാണ്ട് ഇന്ന ഒരു കണക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് തന്നെയാണ് കണമെന്ന് പറഞ്ഞാലും റിലേറ്റീവ്ലി സ്മോളറായിട്ടുള്ള ഒരു പോയിൻ്റായിട്ടിരിക്കുന്ന വസ്തു എന്തോ അതിനെയാണ് ടെം എന്ന് പറഞ്ഞത്. ഈ വാക്കാണ് ആറ്റം എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത്. ബേസിക്കലി എന്താണ്? ഏതൊരു വസ്തു എടുത്തു കഴിഞ്ഞാലും നമ്മളതിനെ മുറിച്ച് പോയി കഴിഞ്ഞാൽ അവസാനം നമുക്ക് കാണാൻ പറ്റുന്ന അത്രയും ചെറിയൊരു സാധനം കിട്ടും. അത് എത്ര ടെക്നോളജി വെച്ചിട്ട് നമ്മൾ നോക്കിയാലും ആ ഏറ്റവും ചെറിയ രൂപം ഗോൾഡ് തന്നെയായിരിക്കും, അത് കോപ്പർ തന്നെയായിരിക്കും. അല്ലാണ്ട് അതവിടെ വരുമ്പോൾ മാറ്റമൊന്നും വരത്തില്ല. അപ്പോൾ റിലേറ്റീവ്ലി ഏതെങ്കിലും ഒരു ബേസിക് എലമെൻറ്റിൻ്റെ, ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ റിലേറ്റീവ്ലി സ്മോളറായിട്ടുള്ള സൈസിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ഇനി അതും കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒരു പോയിൻ്റ് എന്നാണ് അർത്ഥം. പോയിൻ്റ് എങ്ങും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലേ?
എല്ലായിടത്തും ഉണ്ട്, പക്ഷെ നമുക്ക് പോയിന്റിനെ കാണാൻ പറ്റില്ല, അല്ലേ? മുമ്പോട്ട് നോക്കിയിട്ട് ഒരു പോയിന്റ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ? വസ്തു ഇരിക്കുന്നിടമാണ് പോയിന്റ്. അപ്പോൾ ഏതൊരു വസ്തുവും ഒരു പോയിന്റിലാണ് ഇരിക്കുന്നത്. പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിശയാണ്, നമുക്ക് ചുറ്റുമുള്ള ദിശകളാണ്, ഡയറക്ഷനാണ്. അപ്പോൾ ഏത് ഡയറക്ഷനിൽ ഏത് വസ്തു ഇരിക്കുന്നു അതെല്ലാം ആറ്റമാണ്. എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങ ആറ്റമാണ്, ഒരു നാരങ്ങ ആറ്റമാണ്, ഒരു തെങ്ങ് ദൂരെ നോക്കുമ്പോൾ അതൊരു ആറ്റമാണ്, ഒരു മരം മൊത്തത്തിലൊരു ആറ്റമാണ്. എല്ലാം ആറ്റമാണ്. ഏത് പോയിന്റിൽ ഏത് വസ്തു ഇരിക്കുന്നു അതെല്ലാം ആറ്റമാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് പിന്നെ ഇതെന്ത് പൊട്ടത്തരമാണ് ഈ പറയണേ. എന്നാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആറ്റത്തെ ഇന്നേവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നേരിട്ട് എന്തെങ്കിലും ടെക്നോളജി വെച്ചിട്ട് കാണാൻ പറ്റുമോ എന്നൊന്ന് അന്വേഷിച്ച് നോക്ക്. സാധനത്തെ കാണാൻ പറ്റില്ല. കാരണം എന്താ? പോയിന്റിനെ കാണാൻ പറ്റില്ല. നിങ്ങൾ എത്ര ടെക്നോളജി വെച്ചാലും പോയിന്റിനെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഒരു വസ്തു ഇരിക്കുന്നിടത്തെ നമ്മൾ പോയിന്റ് എന്ന് പറയുക. അതിന് പോയിന്റ് എന്ന് പറഞ്ഞ ഒരു അബ്സ്ട്രാക്റ്റ് നെയിമാണ്. ആ പോയിന്റ് എന്നുള്ള അർത്ഥത്തിലാണ് ആറ്റം എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏത്? നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ഐഡിയയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പോയിന്റിനെ കാണാൻ പറ്റില്ല. ഒരു ടെക്നോളജി വെച്ചിട്ടും പോയിന്റിനെ കാണാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു മാഗ്നിഫൈയിങ് ലെൻസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും സ്ഥലം വീണ്ടും മാഗ്നിഫൈഡായി. അവിടെ പിന്നെയും നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് പിന്നെയും വലുതാവും. പിന്നെ അതിൻ്റെ അകത്ത് ധാരാളം പോയിന്റുകളുള്ളതായിട്ട് തോന്നും. അപ്പോൾ ഈ പോയിന്റുകളെ കാണാൻ പറ്റില്ല. പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിന്ദു എന്ന് പറഞ്ഞാൽ നമ്മളൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറയുന്ന പേരല്ലേ. ഒരു ബിന്ദുവിൽ ഏത് വസ്തു വരുന്നാലും അത് ആറ്റമാണ്. പിന്നെയാണ് പറയണം, ആറ്റത്തിൻ്റെ അകത്ത് ഒരിച്ചിരി മുളക് പൊടി, ഒരിച്ചിരി മസാല, ഒരിച്ചിരി മല്ലിപ്പൊടി ഇരിക്കുന്നത് പോലെ ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഇനി ആ വാക്കുകളുടെ അർത്ഥം പറഞ്ഞുതരാം. ഈ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു അർത്ഥം ഉണ്ടല്ലോ. അതിലെല്ലാത്തിലും കോമൺ ആയിട്ട് നിങ്ങൾ ടോൺ എന്നുള്ള വാക്ക് കേൾക്കുന്നുണ്ട്. ഈ ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റേ ഈ എന്താ പറയുക, ഏതെങ്കിലും ഒരു ഡെൻസിറ്റി ഉള്ള ഒരു വസ്തു ആണ് ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രോട്ട്, ന്യൂട്ട്, ഇലക്ട്ര എന്നൊക്കെ പറയുന്നതിൻ്റെ ഒറിജിനൽ അർത്ഥം ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ? ഒരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഏത് വസ്തുവും ഇലക്ട്രോണാണ്. ഇപ്പം നിങ്ങൾ ഒരാളെ പിടിച്ചിങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്, അയാളിപ്പോൾ ഇലക്ട്രോണിക് സ്റ്റേറ്റാണ് എന്ന് പറഞ്ഞാൽ അയാളിപ്പോൾ ഇലക്ട്രോണാണ്. അതായത് നിങ്ങളെന്ന് പറയുന്ന എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ പ്രതിപ്രവർത്തനം എന്ന് വെച്ചാൽ അതിൽ നിന്നുള്ള ഫോഴ്സിൻ്റെ കീഴിലിരിക്കുന്ന, ആ പ്രഷറിലിരിക്കുന്ന ഏതൊരു കാര്യവും ഇലക്ട്രോണാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മരം കണ്ടു കഴിഞ്ഞാൽ ആ മരം കാറ്റത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ മരം ഇലക്ട്രോണാണ്. കാരണം സ്വതവേ നിൽക്കുമ്പോൾ മരത്തിന് ആടേണ്ട ആവശ്യമില്ല. പക്ഷേ മറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് വരുന്ന സമയത്ത് അതെന്തായി മാറി? അത് റിലേറ്റീവ്ലി ഇപ്പോൾ ഇലക്ട്രോണാണ്. ഏത്? നമ്മൾ കാറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ. ഇനി ആ മരത്തിലിരിക്കുന്ന, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഏറ്റവും ചെറിയ അംശങ്ങളെല്ലാം ഇലക്ട്രോണുകളായിട്ടാണ് ഇരിക്കുക. കാരണം അതെല്ലാം അതിൻ്റെ ഉള്ളിലെ ഫങ്ഷണാലിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതായി. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞ് ഒറിജിനലി ഉദ്ദേശിക്കുന്ന അർത്ഥം ഏതെങ്കിലും ഒരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് എന്ത് വസ്തുവാണോ എൻട്രി ചെയ്യുന്നത് അതെല്ലാം ഇലക്ട്രോണിക് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്ര എന്ന് പറയുന്ന അവസ്ഥയിൽ ഇരിക്കുന്നതിനെയാണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞത്. എന്താണ് ഇലക്ട്ര എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇലക്ട്രിഫൈ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷറാണത്. ഏതൊക്കെ പലതരത്തിലുള്ള പ്രഷറുകളുണ്ട്. ഒരാളെ നമുക്ക് ഇടിക്കാം, അല്ലെങ്കിൽ ഒരാളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാം, ഒരാളെ കറക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ കോപ്പർ വെക്കുമ്പോൾ കോപ്പർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തൊരു പ്രഷറിലാണ് ഇരിക്കുന്നത്. അത് കോപ്പറിൻ്റെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള അതിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഫീൽഡിലോട്ടാണ് അതിനെ കയറ്റി വെക്കുന്നത്. ഇപ്പോൾ കോപ്പർ എന്താണ്? ഒരു ഇലക്ട്രോണായി മാറും. കോപ്പറിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റി നമ്മൾ വേറെ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഇലക്ട്രോൺ അല്ല, അത് റിലേറ്റീവ്ലി ഇലക്ട്രോൺ അല്ല. അപ്പോൾ ബേസിക്കലി ഇലക്ട്രോൺ എന്നുള്ള വാക്കുകൊണ്ട് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അക്ഷരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും ഒരു ഫോഴ്സിൻ്റെയോ പ്രഷറിൻ്റെയോ
ഉള്ളിൽ പെട്ടുപോയിരിക്കുന്ന അവസ്ഥേനെയാണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം പറഞ്ഞു ആറ്റം എന്ന് പറഞ്ഞാൽ ഏത് വസ്തു ആറ്റമാണ്. നമ്മൾ നോക്കുന്ന മരമായിക്കോട്ടെ, സൂര്യനായിക്കോട്ടെ, ഏറ്റവും ചെറുതോ വലുതോ ഒന്നുമില്ല, ഏത് പോയിന്റിൽ ഒരു വസ്തു ഇരിക്കുന്നു അതെല്ലാം നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് ആറ്റം. ഇനി ആറ്റം എന്ന് പറഞ്ഞ് നമ്മൾ ഏത് വസ്തു എടുത്താലും അതിൻ്റെ ഒരവസ്ഥ എന്തായിരിക്കും? അത് ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു പ്രഷറിൻ്റെ ഉള്ളിലിരിക്കുന്ന വസ്തുവാണെങ്കിൽ അതിനെ ഇലക്ട്രോൺ എന്ന് പറയും. അതായത് ആറ്റത്തിൻ്റെ 3 സ്വഭാവങ്ങൾ എന്നുള്ള രീതിയിലാണ് ആ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ 3 വാക്കുകൾ ഉദ്ദേശിക്കുന്നത് ഒരു വസ്തുവിൻ്റെ 3 സ്വഭാവങ്ങളാണ്. അത് 3 ആയിരിക്കുന്ന അവസ്ഥകളാണ്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റാണ്. ആൻ ആറ്റം ഇൻ എ സ്റ്റേറ്റ് ആണ് ഇലക്ട്രോൺ. ടോട്ടലി വൈരുദ്ധ്യമായിട്ടുള്ള പെർസ്പെക്റ്റീവാണ് ഞാൻ പറയണത്, ഇന്ന് ലോകം വിശ്വസിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കണോ? അത് 4 ബില്യൺ ആൾക്കാർ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല. അതുകൊണ്ട് ലോകത്ത് ഇങ്ങനെയുള്ള കള്ളശാസ്ത്രങ്ങൾ പഠിച്ചിറക്കി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊക്കെ ഉണ്ടെന്നല്ല. ഇനി അതൊരു തെറ്റ് പറ്റിയതാണോ? അല്ല, തെറ്റ് പറ്റിയതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഭൂമിയിൽ നടക്കുന്ന അടിസ്ഥാന പ്രിൻസിപ്പിളുകൾ എന്ന് പറയുന്നത് അതിലൊന്നാണ് ഏതൊരു വസ്തുവും ആറ്റമാണ്, അല്ലെങ്കിൽ ഏതൊരു വസ്തു എന്താണ് ഒരു അസ്തിത്വമാണ്. പക്ഷെ ആ അസ്തിത്വത്തിന് 3 സ്റ്റേറ്റുകളിലായിട്ടിരിക്കാൻ പറ്റും എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, സങ്കല്പിക്കുകയാണെങ്കിൽ അത് ഒരു സ്റ്റേറ്റാണ് ഇലക്ട്രോണിക് സ്റ്റേറ്റ്. നിങ്ങൾ ഒരു നാരങ്ങ എടുത്ത് ഒരു ഭരണിക്കകത്ത് ഉപ്പുവെള്ളവും വിനാഗിരിയും പച്ചമുളകും മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് നാരങ്ങ നിങ്ങളൊരു ഭരണിക്കകത്ത് ഇട്ട് വെക്കുമ്പോൾ ആ നാരങ്ങ ഇപ്പോൾ ഇലക്ട്രോണിക് സ്റ്റേറ്റാണ്. നാരങ്ങ നമ്മൾ മരത്തിലിരിക്കുന്ന സമയത്ത് അത് വേറൊരു സ്റ്റേറ്റാണ്. ഇപ്പോൾ നാരങ്ങ ഭരണിയിലോട്ട് ഇത്രയും വസ്തുക്കളിൽ ഇടുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, ഇതിൻ്റെ ഫോഴ്സ് ഉണ്ട്, അതിൻ്റെ സ്വതസിദ്ധമായ സ്വഭാവങ്ങളുണ്ട്. ഉപ്പിൻ്റെ സ്വഭാവമുണ്ട്, വെള്ളത്തിൻ്റെ സ്വഭാവമുണ്ട്, പച്ചമുളകിൻ്റെ സ്വഭാവമുണ്ട്, വിനാഗിരിയുടെ സ്വഭാവമുണ്ട്. ഈ സ്വഭാവങ്ങളെല്ലാം ഒരു പ്രഷറൈസ്ഡ് സിറ്റുവേഷനിലോട്ട് വരുമ്പോൾ ആ നാരങ്ങ ആ പ്രഷറൈസ്ഡ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ അതിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നാരങ്ങ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ആ റിയാക്ഷനിൽ നിന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നാരങ്ങ എന്ന്, ഉപ്പിലിട്ട നാരങ്ങ എന്ന് പറയുന്ന, ഉപ്പിലിട്ട മാങ്ങ എന്ന് പറയുന്ന ആ ഒരു ടേസ്റ്റ് രൂപപ്പെടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിനെയാണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞത്. ആ അർത്ഥമാണ് പറഞ്ഞത്, വാക്കിൻ്റെ അർത്ഥം. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യം അതുതന്നെ ഉള്ളൂ. അപ്പോൾ അത് ഏറ്റവും സ്മോളസ്റ്റ് ലെവലിൽ ചിന്തിച്ചാലും, ഇനി നാരങ്ങ എന്ന് പറയുന്നത് ഒരു മൊട്ടിൻ്റെ വലിപ്പമുള്ള നാരങ്ങയാണെന്ന് വിചാരിച്ചോ. ഒരു പിന്നുണ്ടല്ലോ, നമ്മളൊരു പിന്നിൻ്റെ സൈസിലുള്ള അതേപോലെ ആ മൊട്ടിൻ്റെ വലിപ്പമുള്ള നാരങ്ങയാണെങ്കിലും ഇതേ സ്വഭാവം തന്നെയാണ് കാണിക്കുക. ഇനി അതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള ചെറിയ നാരങ്ങയാണെന്ന് വിചാരിച്ചു. ആ നാരങ്ങയും ഇതേപോലെ നമ്മൾ ഭരണിക്കകത്ത് ഇട്ട് വെച്ചാൽ അതും എന്താണ്? ഇലക്ട്രോണിക് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതിൻ്റെ സ്വതസിദ്ധമായ അതിൻ്റെ നാച്ചുറൽ അവസ്ഥയിലിരിക്കുന്നതിനാണ് പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഫ്രൂട്ട് നമ്മൾ എടുക്കണം, നാരങ്ങ. ആ നാരങ്ങ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് ബേസിക്കലി നമുക്കതിന് പ്രോട്ടോൺ എന്ന് പറയാം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്വതസിദ്ധമായ ഈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ പ്രണയം, അല്ലെങ്കിൽ പ്രാപിക്കുക, അല്ലെങ്കിൽ ചേർത്തിട്ടുള്ള എന്തോരം വാക്കുകളുണ്ടെന്നറിയോ? എന്തിനാ ഈ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത്? അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഏറ്റവും സബ്സ്ട്രൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രേമം, പ്രണയം, പ്രാപിക്കുക, പ്രാർത്ഥന, അല്ലെങ്കിൽ പ്രാ എന്ന് പറഞ്ഞിട്ട് ധാരാളം വാക്കുകളുണ്ടാവും. അതിൽ പായും ഉണ്ട്, റായും ഉണ്ട്. എന്താണ് ഈ പ്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു ഒരു ഫോഴ്സായിട്ട്, അല്ലെങ്കിൽ ഒരു വസ്തുവിന് പുറത്തോട്ട് കൊടുക്കാൻ പറ്റുന്ന ഫോഴ്സ് എന്തെങ്കിലും ഒരു വസ്തുവിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ പ്രകാശം എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സോഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. മനസ്സിലായോ? ആ പ്രായ്ക്ക് കാരണമാകുന്ന ഗുണത്തെയാണ് കാശം എന്ന് പറയുന്നത്. അതാണ് കോശം എന്ന് പറഞ്ഞാൽ. കോശം ഒരു വസ്തുവാണ്. മനസ്സിലായോ? കോശം, കാശം. അപ്പോൾ പ്രായ്ക്ക് കാരണമാകുന്ന ഒരു കാശം അതാണ് പ്രകാശമായി മാറുന്നതെങ്കിൽ കാശ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഗുണമുള്ള ഒരു കേന്ദ്രമെന്നാണ്. അപ്പോൾ
നമ്മൾ സൂര്യനെ നോക്കിക്കഴിഞ്ഞാട്ട് വിളിക്കുന്നതാണ് പ്രകാശം. കാരണം അത് എന്താണ്, ഒരു പ്രാ കൊടുക്കുന്ന ഒരു ഗുണമുള്ള കേന്ദ്രമാണ്. ചന്ദ്രനെ നോക്കിയാൽ അതും പ്രകാശം. നക്ഷത്രത്തെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ പ്രകാശം. ഒരു ബൾബിനെ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രകാശം. പക്ഷേ നമ്മൾ ഇന്ന് പ്രകാശം എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് വരുന്ന വെളിച്ചത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അത് പ്രായാണ്. ഒരു ചലനമാണ് അവിടെ സംഭവിക്കുന്നത് സൂക്ഷ്മതലത്തിൽ. അപ്പോൾ ഈ എന്ന് പറയുന്ന ഒരു അവസ്ഥ സ്വതസിദ്ധമായിട്ട് ഒരു വസ്തുവിലുണ്ടെങ്കിൽ എല്ലാ വസ്തുക്കൾക്കും ഒരു ഊർജം കൊടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവും. മനസ്സിലായി? അതിൻ്റെ സ്വതസിദ്ധമായിട്ട് ഊർജം കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ സ്വതസിദ്ധമായിട്ട് ഊർജം ആ കൊടുക്കാനിരിക്കുന്ന സ്റ്റേറ്റിൽ ഏത് വസ്തുവാണ് ഇരിക്കുന്നത് നാച്ചുറലായിട്ട്, ആ അവസ്ഥയാണ് പ്രോട്ടോണിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനായിക്കോട്ടെ, ഒരു മൃഗമായിക്കോട്ടെ, ഒരു ഫ്രൂട്ടായിക്കോട്ടെ, ഒരു ചെടിയായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ അപ്പാരൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഊർജം കൊടുക്കാൻ കഴിവുള്ളതാണ്. ഇവൻ ഒരു ഗോൾഡ് ആയിക്കോട്ടെ, ഗോൾഡിന് ഒരു സ്വഭാവം ഉണ്ടാവും. ആ സ്വഭാവം നമ്മളെപ്പോഴാണ് തിരിച്ചറിയുന്നത്? അത് തിരിച്ചറിയുന്നത് നമ്മൾ വേറെ ഏതെങ്കിലും വസ്തുക്കളായിട്ട് ചേർക്കുമ്പോഴത്തേക്ക് അത് റിയാക്ട് ചെയ്യുന്ന രീതിയിൽ മനസ്സിലാക്കാം അതിനൊരു പർട്ടിക്കുലർ ഗുണമുണ്ടെന്നുള്ളത്. ഇതിനെയാണ് നമ്മൾ ബേസിക്കലി അതിൻ്റെ സ്വതസിദ്ധമായ അതിൻ്റെ ഒരു റിയാക്ട് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കാനായിട്ടുള്ള സ്വഭാവത്തോടെ ഇരിക്കുന്ന നാച്ചുറൽ സ്റ്റേറ്റിനെയാണ് നമ്മൾ പ്രോട്ടോൺ എന്ന് പറയുന്നത്. മനസ്സിലായി? ഈ പ്രോട്ടോൺ എന്നുള്ള വാക്ക് നമ്മൾ എന്നുള്ള പറഞ്ഞ വാക്ക് ഇംഗ്ലീഷിലൊക്കെ കൂടുതലും ടീയും ടീവുമാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ നേരെ എന്നുള്ള വാക്ക് പലപ്പോഴും കൂടുതലായിട്ട് ഇംഗ്ലീഷ് ഭാഷകളിലും അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ ഉപയോഗിക്കും. ഇത് ഈ എന്ന് പറയുന്നതിനെ ആക്കി കഴിഞ്ഞാൽ ഇത് പ്രോഥോ എന്നുള്ള വാക്ക് വരും. ഈ പ്രോഥോ എന്നുള്ള വാക്ക് തന്നെ നമ്മൾ പ്രാഥ എന്നാക്കി കഴിഞ്ഞാൽ പ്രഥം എന്നാവും. പ്രധാനം എന്ന് പറഞ്ഞ വാക്കാവും. പ്രഥമം എന്ന് പറഞ്ഞ വാക്കായി മാറുക. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് എന്ത് ഇങ്ങനെയൊക്കെ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത വരും. ഇതെന്താണ് ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ എന്ന് പറയുന്നത്? കാരണം ഈ നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രതിഭാസങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതാണ് ഓരോ ശബ്ദരൂപവും. ഇംഗ്ലീഷ് ഭാഷയിലെ ആകെ 10-16 അല്ലെങ്കിൽ കൂടി വന്ന ഒരു 10-20ഓളം ശബ്ദരൂപങ്ങളേ ഉള്ളൂ. 26 ഉണ്ടെങ്കിലും പല ശബ്ദരൂപങ്ങളും റെപ്പിറ്റേഷനാണ്, അല്ലേ? റെപ്പിറ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫാൻസി ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. ലോകത്തിലെ ഏറ്റവും പൊള്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. കാരണം അപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്നത് പോലെ നിങ്ങൾ ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞാൽ അതിന് 2 ശബ്ദരൂപങ്ങളെ പ്രതിനിധീകരിക്കുന്നതായിരിക്കും ഒരു ലെറ്റർ. ഒരു ലെറ്ററിന് 2 ശബ്ദരൂപങ്ങളുണ്ടാവും. നിങ്ങൾ സി എന്ന് പറഞ്ഞ് എഴുതും, പക്ഷേ നിങ്ങൾ ക്രിക്കറ്റ് എന്ന് എഴുതുമ്പോൾ സി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്താ സി എങ്ങനെ ഖ ആയി മാറിയത്? മനസ്സിലായോ? സി എന്ന് പറഞ്ഞ് എഴുതും, അത് ചില സമയത്ത് അത് സി ആയിട്ടും ചില സമയത്ത് കായായിട്ടും, ഇനി അതിൻ്റെ അവിടെ ഒരു എച്ച് ഇട്ട് കഴിഞ്ഞാൽ ചായായിട്ടും മാറും. അങ്ങനെ ഒന്നും ലെറ്റേഴ്സിന് ഉപയോഗിക്കാൻ പറ്റില്ല. അത് തന്നെ കള്ളത്തരമാണ്. മനസ്സിലായോ? കാരണം നമ്മൾ സബ്സ്ട്രേറ്റ് ലെവലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ ലാംഗ്വേജാണ്. അപ്പോൾ ഈ ലാംഗ്വേജിൻ്റെ അകത്ത് ക്ലാരിറ്റി ഉണ്ടാവും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. തോന്നുന്ന സമയത്ത് തോന്നിയതുപോലെ അക്ഷരങ്ങളെ മാറ്റാനോ അർത്ഥങ്ങളെ മാറ്റാനോ പറ്റില്ല. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ ഒരു ഫാൻസി ലാംഗ്വേജാണ്, ഒരു സങ്കല്പങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഷയാണ്. കാരണം ഇംഗ്ലീഷ് ഭാഷയിലെ ഭൂരിഭാഗം വാക്കുകൾ എടുത്തു കഴിഞ്ഞാലും അതെന്തിനെ സംബന്ധിക്കുന്നതാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ആ സാധനത്തെ കണ്ടെത്താൻ പറ്റില്ല. എന്നുവെച്ചാൽ അൺറിയൽ ആയിരിക്കും. ഇമാജിനേറ്റീവ് ലാംഗ്വേജാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഞാൻ മാത്രം പറഞ്ഞിട്ടുള്ളതല്ല, ഇത് ഈ ലോകത്ത് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അതറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള പല ആൾക്കാരും ഇത് പറഞ്ഞിട്ടുമുണ്ട്. അത് അവർ പറയുന്നതുകൊണ്ടെന്നല്ല, എനിക്ക് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ധാരണയും തെളിവും ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എനിവേ, അപ്പോൾ അതാണ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഭൂമിയിൽ സ്വതസിദ്ധമായിട്ട് എന്ത് ഗുണത്തോടെയാണ്, അതിൻ്റെ പ്രഥമമായ ഗുണം ഉണ്ട്. എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ ഒരു ഗുണമുണ്ടാവും. ആ പ്രഥമമായ ഗുണത്തോടെ ഇരിക്കുന്ന അവസ്ഥയെ നമ്മൾ പ്രോട്ടോൺ എന്നും, ആ വസ്തുവിനെ എടുത്ത് നമ്മൾ മറ്റേതെങ്കിലും വസ്തുവിൻ്റെ പ്രഷറൈസ്ഡ് സിറ്റുവേഷനോട്ട് കയറ്റി കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് റിയാക്ട് ചെയ്യും. ഇതിന് ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാമെന്നല്ല, ഒരു റിപ്പൾഷൻ ഉണ്ടാവും. അപ്പം ഒരു മാഗ്നറ്റിസം എന്ന് തന്നെ ചിന്തിക്കുക. എല്ലാ വസ്തുക്കൾക്കും ഒരു മാഗ്നറ്റിസം ഉണ്ടെങ്കിൽ ആ മാഗ്നറ്റിസം നമ്മൾ വേറൊരു പവർഫുള്ളായിട്ടുള്ള ഒരു മാഗ്നറ്റിക് സ്ഥലത്തോട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ടെൻഡൻസി ഉണ്ട്, അല്ലേ? അതിൻ്റെ അകത്തുനിന്ന് സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നിടത്ത് നമ്മളത് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ അതവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങും, അല്ലേ? അതവിടെ കിടന്ന് അഭ്യാസം കാണിക്കും, കാരണം രക്ഷപ്പെടാൻ പറ്റുന്നില്ല.
ആ സ്റ്റേറ്റിൽ, ആ പ്രഷറൈസ്ഡ് സിറ്റുവേഷനിൽ ഇങ്ങനെ ഇരുന്ന് അതിൻ്റെ ഇതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻ കൊടുത്തിരിക്കുന്ന ആ സ്റ്റേറ്റിനെയാണ് ഇലക്ട്രോണിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി അതിനെ നമ്മൾ പുറത്തോട്ട് എടുത്ത് വെച്ചാൽ ഇപ്പോൾ അത് പ്രോട്ടോണായി. അതിനെ ആ ഫീൽഡിൻ്റെ അകത്തോട്ട് എടുത്ത് വെച്ചാൽ ഇപ്പോൾ അത് ഇലക്ട്രോണായി. മനസ്സിലായി? അപ്പോൾ ഇനി ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ അത് ന്യൂട്രോൺ എന്നാണ് വിളിക്കുന്നത്. അവിടെ ഈ ഭാഷയിൽ വന്ന ഒരു കറപ്ഷനാണ്. അത് ന്യൂഹ് ട്രോൺ എന്നാണ് പറയേണ്ടത്. ന്യൂഹ് വേണം. കാരണം എന്തുകൊണ്ടാണത് പറയണത് മനസ്സിലാക്കണം. അത് ന്യൂഹ് ട്രോൺ എന്ന് പറയുന്നതിൻ്റെ കാരണം പ്രോട്ടോണിക് സ്വഭാവമോ ഇലക്ട്രോണിക് സ്വഭാവമോ ഇല്ലാതെ ആ തരത്തിലിരിക്കുന്ന ഒരു വസ്തു എന്നുള്ള അർത്ഥത്തിലാണ് ന്യൂട്രോൺ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അതാണ് ഒരർത്ഥം. അതായത് രണ്ട് ഗുണങ്ങളെയും കാണിക്കാതെ ഒരു ന്യൂട്രൽ പൊസിഷനിലിരിക്കുന്ന അവസ്ഥയാണ് ന്യൂട്രോൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ചില വസ്തുക്കളെ ഒരു ഫീൽഡിലോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാലും ഒരു റിയാക്ഷനും ഉണ്ടാവില്ല. ഇപ്പോൾ ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ല, ഏത് സിറ്റുവേഷൻ വന്നാലും ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല. അത് നല്ലത് വന്നാലും മോശം വന്നാലും അവർ ഒരേ സ്റ്റേറ്റ് ആയിരിക്കും. അതാണ് ന്യൂട്രോൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതും ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ ഏത് പദാർത്ഥത്തിൻ്റെയും 3 അവസ്ഥകളെയാണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അല്ലാണ്ട് ഒരു വസ്തു നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രിൻസിപ്പിൾ അല്ല. അപ്പോൾ എങ്ങനെ ഇവിടം വരുത്തി എനിക്കിപ്പോഴും അത് മനസ്സിലാകുന്നില്ല. കാരണം ഭൂമിയിൽ ഇന്നേ വരെ ഒരു ടെക്നോളജി വെച്ചിട്ടും ഇന്നേ വരെ ഈ നിമിഷം വരെ ആറ്റത്തെ ആരും കണ്ടിട്ടില്ല, ഇലക്ട്രോണിനെ ആരും കണ്ടിട്ടില്ല, പ്രോട്ടോണിനെ ആരും കണ്ടിട്ടില്ല, ന്യൂട്രോണിനെ ആരും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കാണാത്തൊരു വസ്തുവിൻ്റെ ഘടനയെക്കുറിച്ചിട്ട് പറയാൻ പറ്റുക? നമുക്ക് ഒരു ബേസിക്കലി ഇപ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തുകൂടി ഒരു കാറ്റുണ്ടായി. ഒരു കാറ്റുണ്ടാകുമ്പോൾ നമുക്കറിയാം എന്തോ ഒരു ചലനം സംഭവിച്ചിട്ടുണ്ട് അവിടെ. ഒന്നെങ്കിൽ അത് വായുവിൻ്റെ വേറെ എവിടെന്നെങ്കിലും സംഭവിച്ചൊരു മർദ്ദത്തിൽ നിന്ന് വരുന്നതാണ്, അതൊരു പദാർത്ഥത്തിൽ നിന്ന് വരുള്ളൂ. അല്ലെങ്കിൽ ഒരു പക്ഷി അടുത്തൊരു പറന്നു പോയിട്ടുണ്ടാവും, ചെവിയൊക്കെ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കണം എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഒരു കാറ് കടന്നു പോയതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരു എയറിൻ്റെ പ്രഷർ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ പ്രഷറിന് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വസ്തു അവിടെ ഉണ്ടെന്നാവാം. ശരിയാണല്ലോ, ഒരു വസ്തു അവിടെ ഉണ്ട്. പക്ഷേ ആ പ്രഷർ വെച്ചിട്ട് ആ വസ്തുവിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഘടന ഇങ്ങനെ ഒരു വസ്തു ഉണ്ടെന്ന് പറയുക, എന്നിട്ട് ആ വസ്തുവിൻ്റെ അകത്ത് ഇന്ന സാധനങ്ങളുണ്ടെന്ന് ഇങ്ങനെ നോക്കിക്കാണുന്നത് പോലെ ചിത്രം വരയ്ക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ ക്വാർക്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് മറ്റേതുണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് ഇതൊന്നും ആറ്റത്തെ കണ്ടിട്ടില്ല, ഇലക്ട്രോണിനെ കണ്ടിട്ടില്ല. കാണാൻ പറ്റാത്ത വസ്തുവിൻ്റെ ഘടന ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ഉണ്ടാക്കാൻ പറ്റില്ല. മനസ്സിലായോ? കാണാൻ പറ്റാത്തൊരു വസ്തുവിൻ്റെ ഘടന നിങ്ങൾ എത്ര മുക്കുറ ഇട്ടാലും ശരി അതുണ്ടാക്കാൻ പറ്റില്ല. വരച്ചുണ്ടാക്കാം. നമ്മളിപ്പോൾ കാണാൻ പറ്റാത്ത പ്രപഞ്ച സൃഷ്ടാവിനെ വരക്കുന്നില്ലേ? പ്രപഞ്ച സൃഷ്ടാവിനെ വരച്ചിട്ട് ആൾക്കാർ പല ചിത്രങ്ങളും കാണിക്കുന്നില്ലേ? ഇതാണ് ദൈവത്തിൻ്റെ അവതാരം, ഇതാണ് ദൈവത്തിൻ്റെ മകൻ, ഇതാണ് ദൈവത്തിൻ്റെ പ്രോഫറ്റ്. അങ്ങനെ പലതും നമുക്ക് വരക്കാൻ പറ്റും. പക്ഷെ വരയെന്ന് പറയുന്നത് വരയാണ്. അത് റിയലായിട്ട് ആരും കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു സാധനമേ ഇല്ല. ഇത് ശരിക്കും എന്താണ്? അതായത് ഒരു ചെറിയ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തിയതാണ്. അതായത് 3 അവസ്ഥകളാണിത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയില്ല. ആറ്റത്തിൻ്റെ അകത്ത് ഈ 3 സാധനങ്ങളുണ്ടെന്നേ പറയുള്ളൂ. ഈ ചെറിയ വ്യത്യാസമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതെന്താണത്? ഇത് രണ്ടും 2 സബ്ജക്റ്റാണ്. ഏതൊരു വസ്തുവും ആറ്റമാണ്. ആ വസ്തുവിന് 3 അവസ്ഥകളിലിരിക്കാൻ പറ്റും. ഒന്നെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റേറ്റിലിരിക്കാം, എന്നുവെച്ചാൽ ഒരു പ്രഷറൈസ്ഡ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ അല്ലാത്ത അവസ്ഥയിലിരിക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാത്ത, അതായത് സ്വതസിദ്ധമായിട്ട് മറ്റൊന്നിനോടും റിയാക്ട് ചെയ്യാത്ത സ്വഭാവവും മറ്റൊരു റിയാക്ഷനെ എടുക്കാത്ത സ്വഭാവവും, അതാണ് ന്യൂട്രോൺ സ്റ്റേറ്റ്. മനസ്സിലായോ? അങ്ങോട്ടും കൊടുക്കില്ല ഇങ്ങോട്ടും കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റാണ് ന്യൂട്രോൺ. പിന്നെ വേറൊന്നുണ്ട്, നഹ്ട്രോൺ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം. ഈ നഹ്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിക് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ എല്ലാ ഊർജ്ജവും വരണ്ട് ഊർജ്ജം മുഴുവൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് നഹ്ട്രോണാണ്. നഹ്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇല്ല അതിൻ്റെ അകത്ത്. നഹാണത്. നഹെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഒന്നും ഇല്ല, പുതിയതായിട്ട് വരില്ല. ഇനി ഊറ്റി തീർന്നെന്ന് പറയില്ലേ? നമ്മളിപ്പോൾ ഒരു കരിമ്പിൻ ജ്യൂസിൻ്റെ അകത്ത് കരിമ്പിൻ്റെ വെച്ചിട്ട് മെഷീനിലാക്കുമ്പോൾ അവസാനം ചണ്ടി എന്ന് പറയില്ലേ? ഇനി എല്ലാം അതിൻ്റെ അകത്ത് ഊറ്റാൻ, അത് നഹ്ട്രോണാണ്. എല്ലാ ഊർജ്ജവും ഊറ്റിക്കളഞ്ഞതിനെയാണ് നഹ്ട്രോൺ എന്ന് പറയുന്നത്. അങ്ങനെ ഒരെണ്ണമുണ്ട്. ഇപ്പോൾ എൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ 6ഓളം അവസ്ഥകളാണുള്ളത്. മനസ്സിലായോ? വെറും 3 അല്ല. അപ്പോൾ അതിൽ ഞാനെങ്ങനെ കാണിച്ചാൽ ആദ്യത്തത് ന്യൂട്രോണാണ്. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ന്യൂട്രലായിട്ടുള്ളത്. പിന്നെ ഞാൻ കാണുന്ന വേറൊരു ട്രോണുണ്ട്, അതാണ് ഗാട്രോൺ എന്ന് പറയും.
മനസ്സിലായി? അതായത് ഈ പ്രോട്ടോൺ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ടെന്നാണ് എൻ്റെ നിഗമനം. അതെന്താണ്? 2 സ്റ്റേറ്റുകളാണ്. ഒന്ന് ഗാട്രോണും ഉണ്ട്, പിന്നെ വേറൊരെണ്ണം എന്ന് പറയുന്നത് കേട്രോൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കേട്രോണും ഉണ്ട്, ഗാട്രോണും ഉണ്ട്. മനസ്സിലായി? ഇതാണ് ഈ പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായി? ഇത് സ്റ്റേറ്റുകളാണ്. അപ്പോൾ ഈ കേട്രോൺ സ്റ്റേറ്റിൽ ഉണ്ട്, ഗാട്രോൺ സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഗാട്രോൺ സ്റ്റേറ്റിലിരിക്കുന്ന ഗാട്രോൺ സ്റ്റേറ്റിലിരിക്കുന്ന വസ്തുക്കളെ എടുത്ത് നമ്മൾ ഒരു പ്രഷറൈസ്ഡ് സിറ്റുവേഷനിലിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗാട്രോണുകളെല്ലാം എന്തായി മാറും? ഇലക്ട്രോണുകളായി മാറും. മനസ്സിലായോ? ഇങ്ങനെ ഈ ഇലക്ട്രോൺ സ്റ്റേറ്റിലിരുന്ന് വർക്ക് ചെയ്ത് അവസാനം ഒരു 90% എന്തായി മാറും? അത് ചണ്ടിയായി മാറും. മനസ്സിലായോ? ചണ്ടികളായി മാറുന്ന, അതായത് വേസ്റ്റായി പോകുന്ന ആൾക്കാരുണ്ടോ? അത് അങ്ങനെ ഊർജ്ജം പറ്റി അവിടെ നിന്ന് ഇല്ലാണ്ടോ? അതേസമയം തന്നെ ഇലക്ട്രോൺ സ്റ്റേറ്റിലിരിക്കുന്ന ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, അത് ഭയങ്കര പ്യൂരിഫൈഡ് ആവും. അപ്പോൾ ഈ ചണ്ടിയായി മാറുന്നതിനെ നമ്മൾ നഹ്ട്രോണുകളെന്നും അത് ഏറ്റവും പ്യൂരിറ്റിയിൽ വരുന്നതിന് നമുക്ക് സാട്രോണുകളെന്നും പറയാം. അങ്ങനെ സാട്രോണുകളുമുണ്ട്. അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ മൊത്തത്തിൽ ഒരു 6 എണ്ണം ഉണ്ട്. ബേസിക്കലി നമ്മളിപ്പോൾ ഒരു ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ ഗോൾഡ് അടിസ്ഥാന ഗുണമാണ്. നമ്മളിനി അതിനെ എത്ര കീറി മുറിച്ച് പിന്നിലോട്ട് പോയാലും അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും കണ്ടെത്താൻ പറ്റില്ല. ഗോൾഡ് തന്നെ കാണുള്ളൂ. കാരണം അത് അടിസ്ഥാന ഗുണമാണ്. അത് എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ഏത് തരത്തിലിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ലത്. കാരണം നമ്മൾ എത്ര അതിനെ ചെറുതാക്കി നാനോ പാർട്ടിക്കിളിലോട്ട് പോയാലും, മനസ്സിലായി? പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ മാറ്ററാണ്. ഞാൻ ക്വാണ്ടം ഫിസിക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ടിക്കിളും വേവും ഒന്നാണെന്ന് പറയുന്ന ഊളത്തരമുണ്ട്. ആ ഊളത്തരം വെച്ചിട്ടല്ല ഞാൻ പറയണത്. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മാറ്റർ, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ, നമ്മളൊരു ഗോൾഡിനെ എത്ര മുറിച്ചാലും അത് അവസാനം ചെന്ന് നിൽക്കുന്നത്, എത്ര മുറിച്ചാലും അത് ഗോൾഡിൽ തന്നെയാണ്. മനസ്സിലായോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് മുറിക്കുക എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വസ്തുവിനെ മാഗ്നിഫൈ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അതിൽ നമ്മൾ എത്ര അതിൻ്റെ അകത്തുനിന്ന് കട്ടി മാഗ്നിഫൈ ചെയ്ത് കാണുന്ന സാധനത്തെ നമുക്ക് മുറിക്കാൻ പറ്റും. കാണുന്ന സാധനത്തെ മുറിക്കാൻ പറ്റും നമുക്ക്. അത് ആദ്യമേ മനസ്സിലാക്കുക. കാണുന്ന സാധനത്തെ നമുക്ക് മുറിക്കാൻ പറ്റും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരു ഡെൻസിറ്റി ഉള്ള ഒരു വസ്തുവാണെങ്കിൽ, കാണുന്ന സാധനം എന്ന് പറയുമ്പോൾ വെറും ഒരു കാണുന്നു എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുമ്പോൾ ഒരു മാറ്ററാണ്. ഡെൻസിറ്റി ഉള്ള ഏതൊരു കാണുന്ന വസ്തുവിനെ നമുക്ക് മുറിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മുറിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ അവസാനം എത്തുന്നതും ആ അടിസ്ഥാനമായ ഗുണം തന്നെ ഇരിക്കും. അതിൻ്റെ അകത്ത് വേറൊന്നും കണ്ടെത്താൻ പറ്റില്ല. കാരണം അത് ഉള്ളതാണത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ ബോർഡർ ലൈൻ എത്തും. ഈ ബോർഡർ ലൈൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പലതരം വസ്തുക്കളെ കമ്പൈൻ ചെയ്ത് പുതിയ തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കുക. അതാണ് ഈ ടെക്നോളജി എന്ന് പറഞ്ഞാൽ. അങ്ങനെ അല്ലാതെ പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല നമുക്ക്. മനസ്സിലായോ? അപ്പോഴാണ് കുറേ എണ്ണം വരുന്നത്. അതായത് കള്ള തൊഴിലുകൾ ഉണ്ടാക്കാൻ വേണ്ടി, കള്ള ജോലികൾ സൃഷ്ടിക്കാൻ വേണ്ടി എന്തുവരും? അങ്ങനല്ല, നമ്മൾ ഇനി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോപ്പാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ കണ്ടെത്തിയ ഗോൾഡിൻ്റെ അപ്പുറത്തോട്ട് പിന്നൊന്നും പോകാൻ പറ്റില്ല. മനസ്സിലായോ? അത് ലാസ്റ്റ് സ്പേസാണ് നമ്മുടെ. അപ്പോൾ അവിടെ വന്നിട്ടൊരു കഥ ഉണ്ടാക്കുകയാണ്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന, അതിൻ്റെ ഉള്ളിൽ ഇതൊന്ന് കാണണ്ടേ? ഇത് കണ്ടിട്ട് പറ. ഏതെങ്കിലും ഒരു ടെക്നോളജി വെച്ചിട്ട് ഇത് നേരിട്ട് നമ്മൾ മാഗ്നിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ട്രക്ചർ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം, ഓക്കെ അതിങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന്. ഇത് കണ്ടിട്ടുമില്ല, കാണാൻ പറ്റത്തുമില്ല, ഒരു ടെക്നോളജി വെച്ചിട്ടും കാണാൻ പറ്റില്ല. എന്നാലും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് കഥ എഴുതുകയാണ്. അതിങ്ങനെ വരും, പിന്നെ അത് അങ്ങനെ ട്രാവൽ ചെയ്യും, പിന്നെ അത് അതായത് കാണാൻ പറ്റാത്ത വസ്തുവിനെ വെച്ചിട്ട് നമ്മുടെ ഈ ലോകത്ത് എഴുതിയ കഥകൾ ഏതൊക്കെയാണ്? ബൈബിളുണ്ട്, ഖുറാനുണ്ട്, പിന്നെ ഇവിടെയുള്ള ഹിന്ദു ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ഇതൊന്നും കാണാൻ പറ്റില്ല. അതിനെക്കുറിച്ച് എന്ത് കഥ എഴുതാം? അതിൻ്റെ അർത്ഥം അത് ഉണ്ടെന്നല്ല. അപ്പോൾ കാണാൻ പറ്റാത്ത സങ്കല്പങ്ങളെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് പിന്നെ ഇന്ന സ്ട്രക്ചറുണ്ട്, ദൈവത്തിന് ഇത്ര മാലാഖമാരുണ്ടെന്ന് പറയുന്നത് പോലെ ആറ്റം ഇരിക്കുന്നത് ഇന്ന വസ്തുക്കൾ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് തള്ളി മറിക്കാന്നേ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അടിസ്ഥാന ഫണ്ടമെൻ്റൽ ഗുണങ്ങളുണ്ട് ഇവിടെ. ഗ്യാസിൻ്റെ രൂപത്തിലുണ്ട്, വസ്തുക്കളുടെ രൂപത്തിലുണ്ട്, ഖരാവസ്ഥയിലും ദ്രവാവസ്ഥയിലും വായു അവസ്ഥയിലും അടിസ്ഥാന ഗുണങ്ങളായിട്ടുള്ള എലമെൻറ്റുകളുണ്ട്. ഇത് എത്ര നിങ്ങൾ വെട്ടിക്കീറി പൊളിച്ചെന്ന് പറഞ്ഞാലും അത് അവസാനം അത് തന്നെ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അതിൻ്റെ പിന്നിൽ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. കാണാൻ പറ്റിയിട്ടാണെങ്കിൽ നമുക്കിത് പറയാം. ഇന്നത്തെ ഒരു ടെക്നോളജി വെച്ചിട്ട് അത് കാണാൻ പറ്റില്ല.
പക്ഷെ കഥ എഴുതി ഉണ്ടാക്കാം. മനസ്സിലായോ? കഥ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതി ഉണ്ടാക്കാം. അപ്പോൾ ഈ കഥകൾ എന്തിനാണ് എഴുതി ഉണ്ടാക്കുന്നത്? കള്ള ജോലികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സയൻറ്റിസ്റ്റുകൾ എന്ന് പറയുന്ന കള്ളത്തൊഴിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് അത് സൃഷ്ടിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രധാനമായിട്ടും നമ്മുടെ ഇന്നത്തെ സയൻസ്, ഈ കള്ള സയൻസുകൾ ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം അത് പെട്രോളിയം കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്. പെട്രോളിയം കമ്പനികളുടേതാണ് ബേസിക്കലി മെഡിക്കൽ ഇൻഡസ്ട്രി. അപ്പോൾ മെഡിക്കൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള കള്ളശാസ്ത്രങ്ങൾ വേണം. അതായത് അവരുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മേഖല കൂടിയാണ് മെഡിക്കൽ ഇൻഡസ്ട്രി, പെട്രോളിയം ബൈ പ്രൊഡക്ട്സുകൾ. രണ്ടാമത്, അത് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഈ ലോകത്തിലോട്ട് ഓരോ രാജ്യങ്ങളിലും പൊക്കിക്കൊണ്ടുവരണമെങ്കിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന കഥകൾ ഉണ്ടാക്കാനായിട്ടുള്ള ആൾക്കാർ വേണം. അപ്പോൾ എന്നാലേ പുതിയ പുതിയ പോളിസികൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ, പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ പറയുന്ന കള്ളത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫാക്കൽറ്റി അവിടെ ഉണ്ടാക്കും, സയൻറ്റിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു റിയൽ ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റിനും ഒരു 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 സ്ഥാപനത്തിൻ്റെയോ ഒരു ഫാക്കൽറ്റിയുടെയോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ടിരിക്കാൻ സാധ്യമല്ല. കാരണം സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്വതന്ത്രനാണ്. മനസ്സിലായോ? അങ്ങനെയാണത്. പിന്നെ പല കാര്യങ്ങൾക്കും വേണ്ടി മെൻറ്റോർഷിപ്പ് കൊടുക്കാൻ പറ്റും. അല്ലാതെ ഒരു സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആകാൻ പറ്റില്ല സയൻറ്റിസ്റ്റിന്. ഒരു എന്തിൻ്റെയെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടിരിക്കാൻ പറ്റില്ല. കാരണം സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നേരത്തെ പറഞ്ഞില്ലേ, അത് കാര്യങ്ങളെല്ലാത്തിനെയും ഒരേ തരത്തിൽ കാണുന്ന ആൾക്കാർ. അവർ മെൻറ്റർഷിപ്പ് കൊടുക്കാൻ പറ്റുമെന്നല്ലാതെ ഈ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് ഇങ്ങനെ എന്തോ ആധികാരികമായിട്ട് സംസാരിച്ച് കിടക്കുന്ന ആൾക്കാരെ പോലെ ഒന്നും ആയിരിക്കാനായിട്ട് അങ്ങനെ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. മനസ്സിലായി? അതെന്താ വെച്ചാൽ ആൾക്കാർക്ക് ടെക്നോളജി എന്താണെന്നും സയൻസ് എന്താണെന്നും തിരിച്ചറിയാനായിട്ടുള്ള കഴിവില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണത്. മനസ്സിലായി? അപ്പോൾ ഒരു ഫാസിസ്റ്റ് എല്ലാ രാജ്യത്തിലും ഒരു ഭരണകൂടം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, ഫാസിസ്റ്റ് ഭരണകൂടം ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ജാതി വ്യവസ്ഥ എങ്ങനെ നിലനിന്നിരുന്നത്? അന്നത്തെ സയൻസ് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ ജനിതകത്തിലൂടെയാണ് ക്വാളിറ്റികളെല്ലാം വരുന്നതെന്ന്. അപ്പോൾ ജനിതകത്തിലൂടെ ക്വാളിറ്റികൾ വരുന്നെന്ന് അന്നത്തെ കുറേ ഊള സയൻറ്റിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആൾക്കാർ പടച്ചിറക്കിയത് കൊണ്ടാണ് ജാതി വ്യവസ്ഥ ഉണ്ടാക്കാൻ പറ്റിയത്. ജനിതകത്തിലൂടെ ഒരു ക്വാളിറ്റിയും വരുന്നില്ല. ജനിതകം എന്ന് പറയുന്നത് തന്നെ റോങ് ആണ്. അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് റോങ് ആണ്. ജനിതകത്തിലൂടെ ഒരു ക്വാളിറ്റികളും ഉണ്ടാകുന്നില്ല. ജനിതകത്തിലൂടെ ഉണ്ടാകുന്ന ക്വാളിറ്റി ശരീരത്തിൻ്റെ കൺസ്ട്രക്റ്റിൻ്റെ കണ്ടിന്യൂറ്റി മാത്രമാണ്. ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആന്തരികമായിട്ടുള്ള സൃഷ്ടി ഗുണങ്ങളാണ്. ഈ സൃഷ്ടി ഗുണങ്ങൾ വർക്ക് ചെയ്യുന്നത് വേറൊരു ഫീൽഡാണ്, വേറൊരു അവസ്ഥയാണത്. ഈ ശരീരത്തിലൂടെ അല്ലാതെ ഉണ്ടാവുന്നത്. ശരീരത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ട് നിങ്ങളൊരു കറുത്ത ഒരാളെ കണ്ടിട്ട് അയാൾ മ്യൂസിക് കമ്പോസറാണെന്ന് പറയാൻ പറ്റുമോ? ഒരു വെളുത്ത ഒരാളെ കണ്ടിട്ട് നിങ്ങൾക്ക് അയാളൊരു ആർക്കിടെക്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും ഒരു ഗുണം, അയാളുടെ ശരീരത്തിൻ്റെ നിറമോ പൊക്കമോ വലിപ്പമോ ജിയോമെട്രിക്കൽ ഷേപ്പോ കണ്ണോ നോക്കിയിട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ ഒരാളുടെ ശരീരത്തിൻ്റെ ഇത് വെച്ചിട്ട് അയാളുടെ ഉള്ളിലുള്ള സൃഷ്ടി ഗുണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അയാളുടെ അടിസ്ഥാന ഗുണം എന്ന് പറയുന്ന ചില സംഭവങ്ങളുണ്ട്. അടിസ്ഥാന ഗുണം, സൃഷ്ടി ഗുണം, ഇതൊന്നും ജനിതകമായിട്ട് വരുന്നതല്ല. അപ്പോൾ പക്ഷേ ജനിതകമായിട്ടാണ് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞ് സ്ഥാപിച്ച ഒരു കാലഘട്ടത്തിലെ സയൻറ്റിസ്റ്റുകളാണ് ഇവിടെ ജാതി വ്യവസ്ഥ ഉണ്ടാക്കാൻ കാരണമായത്. മനസ്സിലായോ? അതിൽ ഏറ്റവും വലിയ രസം, നമ്മൾ ഇന്ത്യയിലെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ഊളകളാണ് ഇവിടെയുള്ളത്. പക്ഷേ ഭാരതീയ സംസ്കാരത്തിൽ ഭയങ്കര അഭിമാനമാണ്. കഴിഞ്ഞ ജന്മത്തിൽ അവന്മാർ ശ്രീലങ്കക്കാരായിരുന്നില്ലേ? കഴിഞ്ഞ ജന്മത്തിൽ അവന്മാർ അമേരിക്കക്കാരായിരുന്നില്ലേ? കഴിഞ്ഞ ജന്മത്തിൽ അവന്മാർ ചൈനക്കാരായിരുന്നില്ലേ? പുനർജന്മം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ജനിക്കുകയുള്ളൂ. എന്നിട്ട് ഭാരതീയ സംസ്കാരം, പാരമ്പര്യം, പാരമ്പര്യം, പിന്നെന്താണ് ജനിതക ബോധം, ഇതൊക്കെ ഉണ്ട്. ജനിതക ബോധമുള്ളവൻ എങ്ങനെയാണ് പുനർജന്മത്തിൽ വിശ്വസിക്കാൻ പറ്റുക? എങ്ങനെ വിശ്വസിക്കുക? അത് ജനിതക ബോധത്തിന് നേരെ ഓപ്പോസിറ്റാണ് പുനർജന്മം. കാരണം ഇപ്പം എന്നിൽ നിന്നുണ്ടാകുന്ന ജനിതകമായ ശൃംഖലയിലല്ലല്ലോ ഞാൻ വന്ന് ജനിക്കുന്നത്. പിന്നെ അതിനെന്ത് വാല്യൂ ഉള്ളത്? അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഇതേപോലുള്ള കള്ളന്മാർ വരും. ഇന്നിപ്പോൾ ലോകം വളരെ കണക്റ്റഡ് ആയതുകൊണ്ട് ലോകത്തിൻ്റെ ഒരു സ്ഥലത്തിരുന്ന്, അമേരിക്കയിലിരുന്നിട്ട് ഈ കള്ളശാസ്ത്രങ്ങൾ അടിച്ചിറക്കിയാൽ മതി. പിന്നെ എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നെന്നുള്ള ഒരു ധാരണ നിൽക്കുന്നുണ്ടാവും. ഇൻ്റർനാഷണൽ ട്രീറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ഗവൺമെൻറ് സിസ്റ്റങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത്. മനസ്സിലായോ? ഈ സ്പേസിൽ നടക്കുന്ന ഫോട്ടോകളും സ്പേസിൽ നടക്കുന്ന കാര്യങ്ങളും ഇതിൻ്റെ എല്ലാം അതോറിറ്റേറ്റീവായിട്ടുള്ള വോയിസ് അമേരിക്കയാണ്. അവർക്ക് മാത്രമേ ഫോട്ടോകൾ ഇറക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അവരുടെ പെർമിഷൻ ഇല്ലാതെ. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, സന്തോഷ് കുളങ്ങര പറഞ്ഞിട്ടിരിക്കുന്നൊരു കാര്യമുണ്ട്.
നമ്മുടെ മേളിൽ കാണുന്ന അന്തരീക്ഷത്തിൻ്റെ ഒരു തട്ട് കഴിഞ്ഞ് അതിൻ്റെ മേളിലോട്ടുള്ള പൂർണ്ണമായ അധികാരം എന്ന് പറയുന്നത് നാസക്കാണുള്ളത്. ലോകം മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മളുടെ ഇത്ര റേഞ്ച് കഴിഞ്ഞ് അതിൻ്റെ മേളിലോട്ടുള്ള ഏരിയ ഉണ്ട് അന്തരീക്ഷത്തിൻ്റെ. ആ സ്ഥലത്തൂടി എന്ത് സാധനം പറത്തണമെങ്കിലും അവിടെ കൂടി പോകണമെങ്കിലും നാസയുടെ പെർമിഷൻ ഇല്ലാതെ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ല, സന്തോഷ് കുളങ്ങര. എനിക്കിത് നേരത്തെ അറിയാം, പക്ഷേ സന്തോഷ് കുളങ്ങര പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അയാൾ അവിടെ മറ്റേ സ്പേസ് യാത്ര നടത്താൻ വേണ്ടിയിട്ടൊക്കെ പോയപ്പോൾ പുള്ളി അവിടെ അറിഞ്ഞ കാര്യമാണോ എന്ന് പറഞ്ഞത്. നാസക്കാണ് അതിൻ്റെ പെർമിഷൻ. അല്ലാണ്ട് ഇന്ത്യക്ക് അങ്ങോട്ട് സ്വതന്ത്രമായിട്ട് വിടണമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും വിടാനൊന്നും പറ്റത്തില്ല. അത് നമ്മളുടെ അടുത്ത് അഭിനയിച്ച് പറയും ഞങ്ങളെ വിടുന്നു, പക്ഷേ അത് അവിടുന്ന് പെർമിഷൻ വേണം മേളിലോട്ട് അയക്കണമെങ്കിൽ. അപ്പോൾ അമേരിക്കയിലിരുന്നിട്ട് എന്ത് കള്ളത്തരം പടച്ചിറക്കിയാലും അത് ലോകം മുഴുവൻ എടുക്കേണ്ടി വരുന്നത് എല്ലാവരും അമേരിക്കയുടെ ട്രീറ്റി ഉണ്ട്, അമേരിക്കയുടെ കോൺട്രാക്റ്റ് ഉണ്ട്, ഓരോ രാജ്യങ്ങൾ ഏർപ്പെടുന്ന ട്രീറ്റി. ആ ട്രീറ്റിയിൽ കുറേ കാര്യങ്ങളുണ്ടാവും, നിബന്ധനകളുണ്ടാവും. ആ നിബന്ധനകൾ പാലിക്കാനായിട്ട് ഓരോ രാജ്യവും അവരുടെ ഫേവർ സ്വീകരിക്കുന്ന ഏത് രാജ്യവും അതിന് കടപ്പെട്ടു വരാം. അതുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായിട്ടൊരു ശാസ്ത്രശാഖയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇന്ത്യയിൽ. ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല പറയുന്നത്, ഞങ്ങൾ പറയുന്ന ഇലക്ട്രോൺ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങാൻ പറ്റില്ല. അത് ഇന്ത്യയുടെ അവസാനമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതിന് ഇന്ത്യ എന്നല്ല, ഏത് രാജ്യവും അങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള സ്വയം പര്യാപ്തതയിൽ എത്തുന്ന കാലഘട്ടത്തിൽ ഇതെല്ലാ കള്ളത്തരങ്ങളെയും പുറത്തു പറയാൻ പറ്റും. സ്വയം പര്യാപ്തത വേണം. ഇപ്പം നമ്മൾ എല്ലാ ആവശ്യങ്ങളും നമ്മളുടെ അച്ഛനും അമ്മയും നോക്കിയിട്ടാണ് ജീവിക്കണമെങ്കിൽ അവരെത്ര പൊട്ടത്തരം കാണിച്ചാലും നമ്മൾ തുറന്നു പറയത്തില്ലല്ലോ. പറയുമോ? അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഇത് വരും, അവരുടെ ഇന്ന് പൈസയൊക്കെ മേടിക്കുന്നതല്ലേ ഞാൻ, അവരുടെ ചിലവിലല്ലേ ജീവിക്കണം, അപ്പോൾ അവരിപ്പോൾ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെ പറയാം? അല്ലെങ്കിൽ ആ പൈസ മേടിക്കണം നിർത്തണം. ഇതല്ലേ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഒരു രാജ്യത്തിന് ഇത് പറയാൻ പറ്റാത്തത്. അവർ ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്. മനസ്സിലായോ? അപ്പോൾ പിന്നെ അതിനനുസരിച്ച് അപ്പോൾ ആ രാജ്യത്ത്, ഏത് രാജ്യത്താണെങ്കിലും അവിടെ ഉണ്ടാവുമല്ലോ ഈ ആ നാടിനെ മുഴുവൻ കൺട്രോൾ ചെയ്ത് ഭരിക്കണം എന്ന് പറയുന്ന കാപാലികന്മാരുണ്ടാവും. അപ്പോൾ അവർക്ക് അത് ഫേവറബിൾ ആയതുകൊണ്ട് അവരത് തന്നെ ആ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ പഠിപ്പിക്കുകയും ചെയ്യും. മനസ്സിലായോ? നിങ്ങളുടെ അധ്യാപകനെ ഇപ്പം തന്നെ വിളിക്കുക. നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകനെ ഇപ്പം തന്നെ ഫോണിൽ നമ്മുടെ നമ്പർ ഉണ്ടാവുമല്ലോ, ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിച്ചിട്ടുള്ളത്. വിളിച്ചിട്ട് ഇപ്പം തന്നെ ചോദിക്കുക, സാർ ആറ്റത്തെ ഇലക്ട്രോണിനെ പ്രോട്ടോണിനെ ന്യൂട്രോണിനെ കണ്ടിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചു പോകും. സാർ ആദ്യം എന്താ പറയുക? ഞാനത് കണ്ടിട്ടുണ്ട് എന്ന് പറയുമോ? അതിനെ കാണണ്ട, അതുണ്ടല്ലോ എന്ന് പറയും. അല്ല, സാറ് കണ്ടിട്ടുണ്ടോ? അതെന്തിനാണ് കാണുന്നത്? അതുണ്ടല്ലോ, എല്ലാവരും പ്രൂവ് ചെയ്തല്ലേ. സാറ് കണ്ടിട്ടുണ്ടോ? എന്ത് പൊട്ട ചോദ്യമാണോ താൻ ചോദിക്കണം? തന്നെയൊക്കെ ഞാൻ പണ്ട് പഠിപ്പിച്ചല്ലേ, അതുണ്ടല്ലോ. അത് സാറ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാറ് കണ്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ പോരെ? അവസാനം സാറ് പറയും ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ ചോദിക്കേണ്ടത്, കണ്ടിട്ടില്ലാത്തൊരു സാധനം അത് ഉണ്ടെന്നും ആണെന്നും എന്തിനാണ് സാറ് പറഞ്ഞത്? അപ്പോൾ സാർ എന്തെന്ന് മറുപടി പറയുക? അതൊരു മണ്ടൻ ചോദ്യമാണല്ലോ, ഇതിപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമല്ലേ, പിന്നെ ഞാനായിട്ടത് ഇല്ല എന്നെങ്ങനെ? ഇല്ല എന്നല്ല പറയേണ്ടത്, കണ്ടില്ല എന്ന് പറയാമല്ലോ, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാമല്ലോ. ഒരു കുട്ടി ഒരു അധ്യാപകൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ കുട്ടി കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. എന്നെ പഠിപ്പിക്കുന്ന ഇയാൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് നമ്മളൊരു 5, 6, 7, 8 വയസ്സുള്ളപ്പോൾ നമ്മൾ ചെല്ലുന്ന അധ്യാപകൻ്റെ ഇടയിലിരിക്കുമ്പോൾ നമ്മൾ ആ എടുക്കുന്ന ട്രസ്റ്റ് അതാണ്, ഇയാൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത്. അങ്ങനെയാണ് നമ്മുടെ തലച്ചോറിലോട്ട് ഈ സാധനം കയറുന്നത്. അല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കത്തില്ല അത്. മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരു 5 വയസ്സുള്ള ഒരു 6 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ അടുത്ത് നമ്മൾ പറയണത് നിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഒരു ആപ്പിൾ ഇരിപ്പുണ്ട്, പക്ഷെ ആപ്പിളില്ല. ആ കുട്ടി വിശ്വസിക്കുമോ? അത് ഇല്ല. മനസ്സിലായോ? എന്നിട്ട് ഇലക്ട്രോൺ ഉണ്ടെന്ന് പറയുമ്പോൾ ആ കുട്ടി വിശ്വസിക്കണം എന്താണ്? ഇത് ഈ അധ്യാപകൻ കണ്ടിട്ടുണ്ടാവുമെന്നും എൻ്റെ കയ്യിൽ വീട്ടിൽ അങ്ങനെ ഒരു മെഷീൻ ഇല്ലാത്തതുകൊണ്ടാണ് കാണാൻ പറ്റാത്തതെന്നും ആ കുട്ടി ധരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ കുട്ടി ഉണ്ടെന്ന് വിശ്വസിച്ച് തുടർന്ന് പിന്നീട് അത് മനസ്സിൽ ഫിക്സ്ഡായി പോകും. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ അധ്യാപകനെ വിളിച്ചല്ലോ, അധ്യാപകൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സാർ എന്തിനാ പിന്നെ അത് ആണെന്നും ഉണ്ടെന്നും പറഞ്ഞത്? സാറിന് ഇങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ? അതായത് ഇന്ന ആൾ പറയുന്നു ഇലക്ട്രോൺ ഉണ്ട്, ഇന്ന ആൾ പറയുന്നു ആറ്റം ഇങ്ങനെ ഇലക്ട്രോൺ പ്രോട്ടോണും ന്യൂട്രോണും കൊണ്ട് നിറഞ്ഞാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥാപനം പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ സാറിന്? അപ്പോൾ സാറ് അവരിലോട്ടാണ് നമ്മളെ വഴി നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പോയി ചോദിക്കും, ഇത് സാർ ഇങ്ങനെ പഠിപ്പിച്ചു തന്നതുകൊണ്ട് ഞങ്ങൾ അത് ചെറുപ്പം മുതലേ ഇത് ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ജീവിച്ചു. ഇപ്പോൾ അന്വേഷിക്കുമ്പോഴാണ് ഒരു ടെക്നോളജി വെച്ചിട്ട് ഇത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, പിന്നെ സാറ് കണ്ടിട്ടില്ല, സാറിനെ പഠിപ്പിച്ച സാറ് കണ്ടിട്ടില്ല, ആ സാറിനെ പഠിപ്പിച്ച ആൾ കണ്ടിട്ടില്ല, ആ സാറിനെ പഠിപ്പിച്ച ആൾ കണ്ടിട്ടില്ല. ഇങ്ങനെ പുറകോട്ട് പോകുമ്പോൾ അവസാനം നിങ്ങൾ എവിടെ എത്തിച്ചേർന്ന് നിൽക്കുന്നത്? നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പുസ്തകം അടിച്ചിറക്കുന്ന ആൾക്കാർ അവിടെ ചെല്ലും. അവിടെ എഴുതുന്ന ആൾക്കാരോട് ചോദിക്കുക നിങ്ങളിത് കണ്ടിട്ടുണ്ടോ?
ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ഇത് ആരാ ഇതുണ്ടെന്ന്, അത് ഇതേ അമേരിക്കയിൽ നിന്ന് വന്നാണ്. അമേരിക്കയിൽ ചെല്ലും. അമേരിക്കയിൽ ഈ പരീക്ഷ നടത്തുന്ന ഒരുത്തനെ വിളിച്ചിട്ട് ചോദിക്കുക, നിങ്ങൾ ഏത് ടെക്നോളജി വെച്ചിട്ടാണ് ആറ്റത്തെ ഇലക്ട്രോണും പ്രോട്ടോൺ ന്യൂട്രോണും കണ്ടെന്ന് പറയണം. അത് കാണേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കാണാതെ എങ്ങനെയാണ് അതിൻ്റെ അകത്തുള്ള ഘടനയെക്കുറിച്ച് പറയുന്നത്? അല്ല, അതിൻ്റെ ആവശ്യമില്ല. അതുണ്ടല്ലോ. നമ്മൾ മറ്റു തരത്തിലുള്ള കുറേ മറ്റു തരത്തിലുള്ള ഇത് കാണാത്തൊരു വസ്തുവിനെ നിങ്ങൾക്ക് മുറിക്കാൻ പറ്റില്ല. കാണാത്തൊരു വസ്തുവിനെ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലെ ഘടന അറിയാനും പറ്റില്ല. അതിൻ്റെ അകത്ത് വേറെ വസ്തുക്കളുണ്ടെന്ന്. നിങ്ങൾക്ക് അതിന് പറ്റിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് അണ്ടി കാണാം, മാങ്ങ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ. മനസ്സിലായി? അണ്ടി നമ്മൾ കൃത്യമായിട്ട് കാണാം, മാങ്ങയുടെ അണ്ടി കാണാം, പക്ഷെ മാങ്ങ കാണാൻ പറ്റില്ല. അതെന്തൊരു തിയറിയാണത്? എന്നിട്ട് മാങ്ങ കാണാൻ പറ്റില്ല, അണ്ടി കാണാൻ പറ്റും. എന്നിട്ട് അണ്ടിയുടെ അകത്ത് പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഘടനയും പറയുവാണ്. മാങ്ങ കാണാൻ പറ്റില്ല, പിന്നെ അണ്ടിയും കാണാൻ പറ്റില്ല. പിന്നെ അണ്ടിക്കകത്തുള്ള ഘടന എങ്ങനെ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പടച്ചുണ്ടാക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു? ഇതൊരു ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ്. ആ ട്രീറ്റിയിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് ശാസ്ത്ര മേഖലകളിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണമെങ്കിലും അതിന് പെർമിഷൻ വേണം. അല്ലാണ്ട് സ്വതന്ത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആ എക്സാമ്പിൾ ചിന്തിപ്പിക്കാൻ ആലോചിച്ചാൽ, നിങ്ങളുടെ ഒരു വീട്ടിൽ വളർന്നു, അച്ഛൻ്റെ അമ്മയുടെ ചിലവിൽ ജീവിക്കുകയാണ്. 18 വയസ്സ് കഴിഞ്ഞു, 25 വയസ്സായി, അച്ഛൻ്റെ അമ്മയുടെ ചിലവിൽ ജീവിക്കുകയാണ്. അച്ഛനും അമ്മയും പലതരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടായിരിക്കും ഇവിടെ ജീവിക്കണം. അതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടാവും, പല മണ്ടത്തരങ്ങളുണ്ടാവും, പൊട്ടത്തരം ഉണ്ടാവും, നിങ്ങൾക്ക് ചേരാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങൾക്കത് അവരോട് പോയി പറയാൻ പറ്റും. അവർ പോയി പറഞ്ഞാൽ അവരെന്താ പറയുക? നീ ആദ്യമേ നിൻ്റെ കാലിൽ നിൽക്ക്, എന്നിട്ട് നീ വർത്തമാനം പറയും, ഇല്ലേ? അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഈ കുട്ടികൾ ആരും തന്നെ സ്വന്തം അച്ഛനും അമ്മയുടെ ചോദ്യം ചോദിക്കില്ല. സ്വന്തം അച്ഛനും അമ്മയും അവരെന്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം അവരുടെ ചിലവിലാണ് ഈ പയ്യൻ ജീവിക്കുന്നത്, ഈ പെൺകുട്ടി ജീവിക്കുന്നത്. ഇതേ പ്രിൻസിപ്പിളാണ് രാജ്യത്തിൻ്റെ ട്രീറ്റുകൾ എന്ന് പറഞ്ഞാൽ. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ബെനവലൻസിലാണ് ഭൂരിഭാഗം രാജ്യങ്ങളും ജീവിക്കുന്നത്. ടെക്നോളജി ആയിക്കോട്ടെ, നമ്മൾ ഒരു ടെക്നോളജി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റുമതി ഇറക്കുമതി ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രീറ്റുകളുണ്ട്, നമ്മൾ പാലിക്കേണ്ട കുറേ ഘടകങ്ങളുണ്ട്. വെറുതെ ടെക്നോളജി മേടിച്ചിട്ട് പോരാനൊന്നും പറ്റില്ല. അതിന് കുറേ ട്രീറ്റുകളൊക്കെ ഉണ്ട്. വെറുതെ ടെക്നോളജി ഒന്നും തരത്തില്ല. അതിന് പല നിബന്ധനകൾ വെക്കും. ഇന്ന രീതിയിലേ പഠിപ്പിക്കാൻ പാടുള്ളൂ, ഇന്ന രീതിയിലേ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന്. പക്ഷേ ഒരു രാജ്യം എപ്പോഴാണ് സ്വാതന്ത്ര്യത്തിൽ വരുന്നത് എന്ന് വെച്ചാൽ പൂർണ്ണമായും സ്വയം പര്യാപ്തത എന്ന് പറയും. എന്ത് കാര്യവും സ്വതന്ത്രമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വയം പര്യാപ്തതയിലോട്ട് ഒരു രാജ്യം എത്തുമ്പോൾ അപ്പോൾ വേണമെങ്കിൽ പോടാ എന്ന് പറയാം. അതുവരെ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായി? അതുകൊണ്ട് ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്ന ആൾക്കാരെ അവരോട് നേരിട്ട് ചോദിക്കുക, നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ എല്ലാവരുടെ ഒരു ധാരണയുണ്ട്. ചെറുപ്പം മുതലേ വളർന്നു വന്നത് എങ്ങനെയാണ്? നിങ്ങളെല്ലാവരും വളർന്നു വന്നത് റിലീജിയസ് ആയിട്ടുള്ള ബിലീഫുകളിലാണ്. അതായത് കാണാത്തതുണ്ട് എന്ന് വിശ്വസിക്കാം എന്ന് പറഞ്ഞ് ഒരു ശീലമായി മാറിയിട്ടുണ്ട്. അപ്പോൾ പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ജീവിച്ച് വളരുന്ന ഒരാളെടുത്ത് കോർക്സ് ഉണ്ട്, ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ചേർന്നാണ് ആറ്റം എന്നൊക്കെ പറയുമ്പോൾ അയാൾ വിശ്വസിക്കും, ഇല്ലേ? അയാളത് വിശ്വസിച്ചേ പറ്റൂ. എന്തുകൊണ്ടാണത്? കാരണം അയാളുടെ തലച്ചോറിൻ്റെ അകത്ത് അങ്ങനെ ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു അൽഗോരിതം അയാളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നു, അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഈ അൽഗോരിതം എങ്ങനെ കിട്ടി? ചെറുപ്പം മുതലേ നമ്മൾ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിശ്വസിച്ച് ജീവിച്ച് പഠിച്ചു തുടങ്ങി. പിന്നീട് ആ വിശ്വാസം അധ്യാപകരിലോട്ട് വന്നു. അധ്യാപകർ ഇതേപോലെ പല കാര്യങ്ങളും പറയുമ്പോൾ അച്ഛനെ അമ്മേനെ എങ്ങനെയാണോ വിശ്വസിച്ചത് അതേപോലെ അവരെയും വിശ്വസിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഒന്നും നമ്മൾ നേരിട്ട് അന്വേഷിച്ച് പോകാൻ നിന്നില്ല, ഒന്നും നമ്മൾ നേരിട്ട് അന്വേഷിച്ച് പോകാൻ തയ്യാറുമല്ല. ആ ശീലത്തിലായിപ്പോയി, ലേസി പീപ്പിളായിപ്പോയി. ഇനി അതിന് വേറൊരു രസം കൂടി പറഞ്ഞുതരാം. സ്കൂൾ എന്നുള്ള വാക്കിന് ഗ്രീക്കിൽ പണ്ടുണ്ടായിരുന്ന ഒരർത്ഥം, സ്കോല എന്ന് പറഞ്ഞാൽ മടി എന്നാണ് അർത്ഥം, ലേസിനെസ് എന്നാണ് അർത്ഥം. അപ്പം നമ്മളുടെ അന്വേഷിക്കാനായിട്ടുള്ള തൽപരതയെ ലേസി ആക്കുന്ന സ്ഥലമാണ് സ്കൂള്. അതിന് നിങ്ങൾ സ്കൂളിലെ അധ്യാപകരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അവരെ ഒരു ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ് അവർ ചെയ്യുന്നത്. അല്ലാണ്ട് കുട്ടികളെ നന്നാക്കുക, രാജ്യത്തെ നന്നാക്കുക, മനുഷ്യരെ സ്വയം പര്യാപ്തതയിലോട്ട് കൊണ്ടുവരുത്തുക എന്നുള്ളതും അവരുടെ ലക്ഷ്യമേ അല്ല. അവരുടെ അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ വരുന്ന പുസ്തകങ്ങൾ, അതിൽ ഉള്ള കാര്യങ്ങൾ ഛർദ്ദിച്ച് കുട്ടിയുടെ അണ്ണാക്കിലോട്ട് തള്ളിയിടുക എന്നുള്ളതല്ലാതെ ഒരു കാര്യം അവിടെ ഇല്ല. ഈ അധ്യാപകർക്ക് ഒരു പിണ്ണാക്ക് പോലും അറിയത്തില്ല. എന്താ കാര്യം? എങ്ങനെ അവരറിയും? എത്ര ആധികാരികമായിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കാണണ്ടേ? ഞാൻ എൻ്റെ കുട്ടിയോട്, എൻ്റെ മകനോട് ഒരു കാര്യം പറയണത് ഇന്നതുണ്ടെന്ന് പറയുമ്പോൾ ആ കുട്ടിയോട് എവിടെ അച്ഛൻ എവിടെ കണ്ടിട്ടുള്ളതെന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ. അല്ലെങ്കിൽ അത് നുണയാണ്. അപ്പോൾ നുണ പറഞ്ഞു പഠിപ്പിക്കുന്നത് ശരിയാണോ?
ഇല്ല. അപ്പോൾ ഒന്നെങ്കിൽ അത് കാണാൻ പറ്റുന്ന വഴി സ്ഥലം ഇന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുക. അവർ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുക. ഇതാണ് ശരിയായിട്ടുള്ള ആത്മാർത്ഥമായ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇന്ന് ഭൂരിഭാഗം അധ്യാപകരും കുട്ടികളെ പഠിപ്പിക്കുന്നത് അവർ നേരിട്ട് ഇതെല്ലാം കണ്ട് പരീക്ഷിച്ചറിഞ്ഞ് ബോധ്യമുള്ള ആൾക്കാരെ പോലെയാണ്. ഈ കുട്ടികൾക്കാണെങ്കിൽ പേടിയുമാണ് ഇത് ചോദിക്കാൻ. കാരണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന് നമുക്കറിയാം. അവരുടെ മാർക്ക് കുറപ്പിക്കും, ശല്യമാക്കും, അവരുടെ ഭാവി വെള്ളത്തിലാവും. കാരണം എന്താ, ഇതാണ് ഇതിലെ ഏറ്റവും വലിയ തന്ത്രം. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വിദേശ രാജ്യത്ത് പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ ട്രീറ്റിയുടെ ഭാഗമാണിത്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു ജോലിക്ക് കയറണമെങ്കിലോ അപ്പോഴും ഈ സർട്ടിഫിക്കറ്റ് കാണിക്കണം. ഈ സർട്ടിഫിക്കറ്റുള്ള പഠിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഉപയോഗമുണ്ടോ? ഒരു ഉപയോഗമില്ല. അതുകൊണ്ട് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന മണ്ടന്മാരോട് എനിക്ക് പറയാനുള്ളത്, അതുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ അത് സ്റ്റേറ്റുകളാണ്, ഒരിക്കലും അതൊരു വസ്തുവല്ല. ഇവിടുന്നാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റാക്കി മാറ്റിയിട്ട് പിന്നെ ആ സ്റ്റേറ്റിനെ രണ്ടായിട്ട് വേർതിരിച്ചു. അതായത് ഒന്ന് ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ഒരു വസ്തുവാണ്, പിന്നെ അത് ആ പ്രഷറുമുണ്ട്, പ്രഷറിലിരിക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ ആ പ്രഷറിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് ചലനത്തെയും വസ്തുവിനെ വേർതിരിച്ചു. ഇങ്ങനെയാണ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവും അതൊരു ചലനാവസ്ഥയുമാണ്, ചലനവും വസ്തുവും ഒരു പാർട്ടിക്കിളാണെന്ന് പറയുന്ന തത്വത്തിലോട്ട് എത്തിച്ചേർന്നത്. മനസ്സിലായോ? ഇത്രയും ഊളത്തരമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് സയൻസിൽ. ഇത്രയും നെറികെട്ട ഊളത്തരം സയൻസിൽ ചെയ്തു വെച്ചിട്ടും ഒരുത്തന് ഇന്നേ വരെ അത് മനസ്സിലാവുന്നുണ്ടോ? പൊട്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല. ഇന്നും മറ്റേ കുറേ മതവിശ്വാസികളെ പോലെ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ച് പോകുന്ന അതേ ആൾക്കാരെ പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് പോലും ഒരു ബോധമില്ല. എങ്ങനെയാണ് ഇത് വന്നത്? ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു വസ്തുവാക്കി മാറ്റി. അത് ഒരു പ്രഷറിലിരിക്കുന്ന ചലിക്കുന്ന വെള്ളം ഒരു ഇലക്ട്രോണാണ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? ചലനത്തെയും വെള്ളത്തെയും പിന്നെ വേർതിരിച്ചു. എന്നിട്ട് പറഞ്ഞു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വേവും തരംഗവും പാർട്ടിക്കിളാണ്, വെള്ളവും പാർട്ടിക്കിളാണെന്ന് പറഞ്ഞു. നോക്കൂ, ഇങ്ങനെയാണ് ആ കണക്ഷൻ വന്നത്. എന്നിട്ടിപ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ ബേസിലാണ് ക്വാണ്ടം ഫിസിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കള്ളത്തരം വന്നിരിക്കുന്ന റൂട്ടൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഭൂമിയിലാകെ ഒരു പദാർത്ഥമുണ്ട്, പിന്നെ പദാർത്ഥത്തിൻ്റെ സ്വതസിദ്ധമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, പിന്നെ മറ്റ് മാഗ്നറ്റിക് ഫീൽഡുകളുമായിട്ട് ബന്ധപ്പെടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിപ്രവർത്തനം. ഈ 3 കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ ഭൂമിയിൽ. വേറെ ഒരു മണ്ണാങ്കട്ടയും ഇല്ല. പിന്നെ അടിസ്ഥാന ഗുണങ്ങൾ. ഈ അടിസ്ഥാന ഗുണങ്ങളുടെ പിന്നിലൊന്നുമില്ല, അത് കണ്ടെത്താൻ പറ്റൂല നമ്മളെ കൊണ്ട്. അതാണ് നമ്മൾ അവിടെ എത്തുമ്പോൾ ബോർഡർ ലൈൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സിവിലൈസേഷൻ്റെ എൻഡെന്നേ പറയാൻ പറ്റുമോ? പിന്നെ അതില്ല. സിവിലൈസേഷൻ്റെ എൻഡെന്നുള്ളതല്ല. അവിടെ വരുമ്പോൾ എല്ലാ സിദ്ധാന്തങ്ങളും യൂണിഫൈഡ് ആവും. യൂണിഫൈഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ആവും. കാരണം പിന്നെ അത് മതി. പക്ഷേ അപ്പോഴും ടെക്നോളജി ഡെവലപ്പ് ചെയ്യും. കാരണം എന്താ? ടെക്നോളജി വേറെ കാര്യമാണ്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഗുണങ്ങളുണ്ട്, അതെന്താണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഈ പല ഗുണങ്ങളെയും കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന പുതിയ ഗുണങ്ങളുണ്ട്. അത് അൺലിമിറ്റഡ് ആണ്. അത് നമുക്ക് പല രീതിയിൽ പിന്നെ ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റും. പല ഗുണങ്ങളെ കമ്പൈൻ ചെയ്യുന്നതാണ് ടെക്നോളജി. അത് പിന്നെയും വളരും. പക്ഷേ എല്ലാ ഗുണങ്ങളെയും കുറിച്ചിട്ടുള്ള അടിസ്ഥാന തത്വങ്ങളും ഒരിടത്ത് സെറ്റിലായി കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അവിടുന്ന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അടിസ്ഥാനമാണത്. പക്ഷെ അപ്പോഴാണ് പുതിയ ഫേക്കായിട്ടുള്ള ജോലികൾ ഉണ്ടാക്കാൻ വേണ്ടി, ഫേക്ക് ജോലികളാണിതെല്ലാം. ഫേക്ക് ജോലി, അതായത് കൃത്രിമമായ അല്ലെങ്കിൽ വ്യാജ തൊഴിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളെന്തോ അതിൻ്റെ പിന്നിൽ പിന്നെയും ഞങ്ങൾ ഇത് കണ്ടെത്തി, അത് കണ്ടെത്തി, മറ്റേത് കണ്ടെത്തി, അതിൻ്റെ ഉള്ളിൽ ക്വാർട്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് മറ്റേതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു ശാഖ ഉണ്ടാക്കുകയാണ് വ്യാജ തൊഴിലുകൾ സൃഷ്ടിക്കാൻ വേണ്ടി. മനസ്സിലായോ? ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും എന്ന് പറഞ്ഞാൽ അത് നേരിട്ട് കാണിച്ചു തരണം. മനസ്സിലായോ? അല്ലാതെ മതവിശ്വാസിനെ പോലെ പ്രപഞ്ചത്തിൻ്റെ നാഥൻ, അയാൾക്ക് സൃഷ്ടിയില്ല, അയാൾ ഉത്ഭവിച്ചതല്ല, അയാൾ ഒമ്നിപ്രസൻ്റ് ആണ്, അയാൾക്ക് രൂപമില്ല, അയാൾക്ക് മണമില്ല, ഇങ്ങനെ തന്നെ ആദ്യമേ അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ രൂപമില്ലെന്ന്, അപ്പോൾ കാണാൻ പറ്റില്ല. അല്ല, അപ്പോൾ അയാൾക്ക് പിന്നെ എന്താ ഉള്ളത്? അയാൾ ഒമ്നിപ്രസൻ്റ് ആണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും അയാളുണ്ട്, അല്ലേ? അപ്പോൾ അയാൾ ഒമ്നിപ്രസൻ്റ് ആണ്, ഒമ്നിപൊട്ടൻ്റ് ആണ്, രൂപമില്ല. അപ്പോൾ ദൈവത്തെ സൃഷ്ടിച്ചാരാ? സൃഷ്ടിയില്ലാന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ. മനസ്സിലായോ? ഇതാണ് ആ തന്ത്രം. സൃഷ്ടിയില്ല. അപ്പോൾ പിന്നെ അത് ചോദിച്ചിട്ട് കാര്യമില്ല. സൃഷ്ടിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അതിനെ ദൈവം എന്ന് വിളിക്കണമെന്ന് പറയും. എന്നാൽ ദൈവം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ഗുണബോധമുള്ളതും ആവിഷ്കരിക്കുന്നതുമായിട്ടുള്ള രൂപം എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ദൈവമാണ്.
ഗുണങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവുക. അതാണ് ദ് എന്ന് പറഞ്ഞാൽ. വ് എന്ന് പറഞ്ഞാൽ ആവിഷ്കരിക്കുക. ഇത് 2 ഗുണമുള്ള ഒരാളെ വിളിക്കുന്ന പേരാണ് ദൈവം. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യർ മതങ്ങളെക്കാളും വലിയ ഭീകരമായ കള്ളത്തരങ്ങളെ ആൾക്കാർ ഇന്ന് വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളുടെ ഓരോ കുട്ടിയും ജനിച്ചു വരുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയുണ്ട്, ഒരു മെത്തേഡുണ്ട്, ഒരു ഓർഡറുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി, ഭാഷ പഠിക്കേണ്ട രീതി. ഇതിനെല്ലാം ചെറുപ്പത്തിൽ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോൾ അവർ ഫണ്ടമെൻ്റലി പറഞ്ഞാൽ സൈക്കോളജിക്കൽ ഡിസീസുള്ള മനുഷ്യരായിട്ട് മാറും, മാനസിക രോഗികളായിട്ട് മാറും. ഡിസോർഡർ, തലച്ചോറ് ഡിസോർഡറാണ്. അപ്പോൾ അവരോട് പിന്നെ എന്ത് കഥ പറഞ്ഞാലും അവർ വിശ്വസിക്കും. കാരണം അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഉള്ളിലോട്ടൊരു ഫിയറും കൊടുക്കുകയാണ്. കാണാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ലാന്ന്. അങ്ങനെ ഒരു ശീലം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ആരും ഒന്നും ചോദിക്കത്തില്ല. അവരവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവരോടുള്ള വിധേയത്വവും ഒരു വസ്തു ഉണ്ടെന്നുള്ളതും രണ്ടും 2 കാര്യമാണ്. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് അത് 3 സ്റ്റേറ്റാണ്. പക്ഷേ എന്നോട് പറഞ്ഞാൽ ഇല്ല, ആ വസ്തുക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം അത് അവരാണ് പറയുന്നത്, ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അവർ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് കാണിച്ചു തരുന്നുമില്ല. മനസ്സിലായോ? ആ വാക്കുകളുടെ അർത്ഥം വെച്ചിട്ട് ഇത് 3 സ്റ്റേറ്റുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ പറയുന്നത് ഇത് 3 ഇൻഡിപെൻഡൻറ്റ് വസ്തുക്കളാണ്. അതവർ കാണിച്ചു തരണം 3 എണ്ണമായിട്ട്. അത് ഒരുത്തനും, ഈ ഭൂമിയിലെ ഒരുത്തനും അത് കാണിച്ചു തരാൻ പറ്റില്ല. ഒരുത്തന് പോലും. നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് അറ്റത്ത് പോലും അവന് കാണിച്ചു തരാൻ പറ്റില്ല. പിന്നെ എന്തിൻ്റെ അർത്ഥത്തിൽ അത് ഞാനുണ്ടെന്ന് പറയേണ്ടത്? പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്കവരെ പേടിയാണ്. അത് അധികാരമാണ്, അധികാരത്തിൻ്റെ വർഗ്ഗമാണ്, ഭൂരിപക്ഷമാണ്. അവരെന്നെ തല്ലിക്കൊല്ലും, എന്നെ ഒറ്റപ്പെടുത്തും, എനിക്ക് ഭേദം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ പറയാം ഉണ്ടെന്ന് പറയാം. മനസ്സിലായി? ഇപ്പോൾ ചില നാടുകളിൽ നീ ഞങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ ചില ആൾക്കാർ പറയും ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പം തല വെട്ടും. തല വെട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ എന്തെന്ന് പറയും, ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയും. ആ രീതിയിൽ വേണമെങ്കിൽ എനിക്ക് പറയാം. മനസ്സിലായോ? തല വെട്ടു എന്നുള്ള പേടിയുള്ളത് കൊണ്ട് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടെന്നൊക്കെ അവർ പറയുന്ന രീതിക്കനുസരിച്ച് എനിക്ക് പറയാം. പക്ഷെ എനിക്ക് താല്പര്യമില്ല. മരണം ഒന്നല്ലേ ഉള്ളൂ. മനസ്സിലായോ? മരണം ഒന്നേ ഉള്ളൂ. അതിനെ പ്രത്യേകിച്ച് പേടിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ എന്താ ജീവിക്കണം? ജീവൻ നിലനിർത്തുന്നതിനേക്കാളും ഒരു നിമിഷമെങ്കിലും ജീവിതം അതിൻ്റെ സത്യത്തിൽ നിലനിർത്തുന്നതിനെ അർത്ഥമുള്ളൂ. കാരണം ജീവിതം ഇങ്ങനെ നായ്ക്കളെ പോലെ നിർത്തിയിട്ട് എന്താ കാര്യം? എന്തായാലും ഒരു നായ ആയി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ജനിച്ചതെന്ന് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അപ്പം മനുഷ്യർ മുഴുവൻ മത്സ്യകൂർമ്മ വരാഹങ്ങളെപ്പോലെ ജീവിക്കുകയാണ്. അതായത് മത്സ്യങ്ങളെപ്പോലെ, ആമകളെപ്പോലെ, പന്നികളെപ്പോലെ. കാരണം അവർ അങ്ങനെ ആക്കി മാറ്റിയതാണ്. ജനിക്കുമ്പോൾ ആരും അങ്ങനെയല്ല. ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെയും അതേപോലെ അക്കാഡമിക് സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെയും മതസ്കൂളിൻ്റെ വിദ്യാഭ്യാസത്തിലൂടെയും ആത്മീയത സ്കൂളിൻ്റെ വിദ്യാഭ്യാസത്തിലൂടെയും മനുഷ്യരെ മുഴുവൻ മത്സ്യകൂർമ്മ വരാഹങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക, അന്വേഷിക്കുക. ഞാൻ അതിൻ്റെ റൂട്ട് പറഞ്ഞു തന്നു. ആദ്യം ആറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറഞ്ഞ 3 അവസ്ഥകളാണ്. അവരെന്ത് ചെയ്തു? ഇലക്ട്രോൺ എന്ന് പറയുന്നതിനെടുത്തിട്ട് ഒരു വസ്തുവാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥത്തിൽ എന്താണ്? പ്രഷറിലിരിക്കുന്നൊരു വസ്തു, ചലനത്തിലിരിക്കുന്നൊരു വസ്തു. ഏത് ചലനത്തിലിരിക്കുന്ന വസ്തു ഒരു പ്രഷറിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്തു? അതിനെ രണ്ടിനെയും വേർതിരിച്ചു. ചലനം എന്ന് പറയുന്നതും പിന്നെ വസ്തു എന്ന് പറയുന്നതും. എന്നിട്ട് അവർ പാർട്ടിക്കിൾ എന്നുള്ളൊരു വാക്ക് കൊണ്ടുവന്നു. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തായി? ചലനവുമായി, വസ്തുവായി. അത് ഞാൻ എൻ്റെ ക്വാണ്ടം ഫിസിക്സിൻ്റെ വ്യാജരേഖയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്തായി? പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ തരംഗം ആയി. ഈ തരംഗത്തിന് നമ്മൾ പേപ്പറിൽ വരക്കുമ്പോൾ വിളിക്കുന്ന പേരാണ് വേവ്. അപ്പോൾ വേവും മറ്റേ വസ്തു ഒന്നാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്നുണ്ടാക്കിയ അടുത്ത കള്ള സിദ്ധാന്തമാണ് ക്വാണ്ടം ഫിസിക്സ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ എൻ്റെ ക്വാണ്ടം ഫിസിക്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞത് നമുക്ക് ഇന്നുള്ള ശാസ്ത്രം 70% കള്ള തത്വങ്ങളാണ്. ഈ കള്ളത്തത്വങ്ങൾ ഉണ്ടായി വന്നതിൻ്റെ പൂർണ്ണ കള്ളത്തത്വമായിട്ട് മാറിയതാണ് ക്വാണ്ടം ഫിസിക്സ്. മനസ്സിലായി? ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്ന തരത്തിലോട്ട് ഇത്രയും വലിയ മതങ്ങളെക്കാളും ഭീകരമായ കള്ള സിദ്ധാന്തങ്ങൾ അടിച്ചിറക്കുകയും അത് ആൾക്കാരെ കൊണ്ട് വിശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടി വരുന്നതിൻ്റെ കാരണം ഒരു രാജ്യത്തിന് സ്വതന്ത്രമായിട്ട് സ്വയം പര്യാപ്തതയിലോട്ട് എത്താൻ പറ്റാത്തതുകൊണ്ടാണ്. സ്വയം പര്യാപ്തതയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല എല്ലാ രാജ്യങ്ങളും പിന്നെ വേറെ രീതിയിലായിരിക്കും പെരുമാറുക. മനസ്സിലായോ? പിന്നെ ഒരു അണ്ടർ കറണ്ട് ഉണ്ട്. അതായത് എല്ലാ രാജ്യത്തിലും മനുഷ്യരെ മുഴുവൻ കൺട്രോൾ ചെയ്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലും ഉണ്ടാവും, അമേരിക്കയിലും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ടീമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു രീതിയിൽ മാത്രമുള്ള കാര്യങ്ങളെ പഠിപ്പിക്കത്തുള്ളൂ.
ഇങ്ങനെയല്ലേ റിലീജിയൻ പഠിപ്പിക്കുന്നത്? ഈ എത്തീസ്റ്റുകളെന്ന് പറയുന്ന ആൾക്കാർ നിങ്ങളെന്താ പറയുക, റിലീജിയനിൽ മാത്രമാണോ? എന്താ ഈ റിലീജിയൻ എന്ന് പറഞ്ഞാൽ? ഈ ലോകവീക്ഷണമാണ്. ലോകം ഇങ്ങനെ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയൊരു വീക്ഷണം. അത് തന്നെയാണ് ഇന്നുള്ള ശാസ്ത്രം എന്ന് പറയുന്നത്. എന്ത് മതത്തിലും ആത്മീയതയിലും മാത്രമേ കള്ളന്മാരുള്ളൂ, അല്ലെങ്കിൽ അവർ മാത്രമേ ഓർഗനൈസ്ഡ് ആയിട്ട് ഇങ്ങനെ ആൾക്കാരെ കള്ളത്തരം പഠിപ്പിക്കാൻ പറ്റുള്ളൂ? എന്ത് സയൻസിൽ പറ്റില്ലേ? ഞങ്ങൾ സയൻസ് എന്ന് പറഞ്ഞാൽ അതല്ല, ഞങ്ങൾ പല പരീക്ഷണങ്ങൾ നടത്തി. എന്ത് പരീക്ഷണം? നീയൊക്കെ എന്ത് പരീക്ഷണമാണ് കണ്ടിരിക്കുന്നത്? ഒരു പരീക്ഷണവും നീയൊക്കെ കണ്ടിട്ടില്ല. വെറുതെ കുറേ പുസ്തകം ഇവിടെ ഇരുന്ന് വായിച്ചിട്ട്, പുസ്തകം വായിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്രേ. അതിപ്പോൾ സൂപ്പർമാൻ്റെ കഥ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, കാരണം അതും ലോജിക്കലായിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. ഒരു കഥ വായിച്ച് മനസ്സിലാക്കുന്നത് അതുണ്ടെന്നുള്ളതിൻ്റെ അർത്ഥമല്ലല്ലോ. കഥ വായിക്കുമ്പോഴുള്ള കഥയിലുള്ള ലോജിക്ക് വേറെ. അതുപോലെ ഒരു പുസ്തകം വായിക്കുമ്പോൾ എല്ലാം ലോജിക്കലായിട്ട് എനിക്ക് തോന്നും. അത് കഥയാണെങ്കിലും തോന്നും. മനസ്സിലായോ? അത് പിന്നെ ശരിക്കും ഉള്ള കാര്യമാണെങ്കിലും കഥയാണെങ്കിലും എനിക്കത് അങ്ങനെ ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇത് കഥയാണ്, ഇത് ഉള്ളതാണ് എങ്ങനെ തിരിച്ചറിയണത്? ഞാൻ പോയി നേരിട്ട് കാണണമേ. എൻ്റെ അടുത്ത് ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞവനെ കാണിച്ചു എന്ന് പറയണം. ഇതൊന്നും ചെയ്യാതെ വെറുതെ അങ്ങോട്ട് കഥകൾ പറഞ്ഞ് വിശ്വസിച്ച് ജീവിക്കണം. എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ പഠിപ്പിക്കുക. നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ കാണാം, ഈ സയൻസിനെ കുറിച്ച് പറയുന്നത് എത്ര വ്യൂസാണ് ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവന്മാരാരും ഒരു പരീക്ഷണം നടത്തിയിട്ടില്ല ഈ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് പറഞ്ഞ്. ഇവിടെ കേരളത്തിൽ വീഡിയോ നടത്തുന്ന ഒരു തെണ്ടികൾ പോലും ഇത് പരീക്ഷണം നടത്തിയിട്ടില്ല. ഈ വേറൊരു പുസ്തകം പോയി വായിക്കും, എന്നിട്ട് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെ അവതരിപ്പിക്കും, എന്നിട്ട് അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ കൊടുക്കും. പിക്ചറൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സൂപ്പർമാൻ്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ സൂപ്പർമാനുണ്ടെന്ന് വിശ്വസിക്കേണ്ടി വരും. കാരണം അത് പിക്ചർ ഉണ്ടല്ലോ, ഗ്രാഫിക്സ് ഉണ്ടല്ലോ, അതിനകത്ത് സൂപ്പർമാൻ പറക്കുന്നത് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ സൂപ്പർമാനും ഉണ്ട്, പറക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ എടുക്കുന്നതിൻ്റെ കാരണം അവർ ഇപ്പോൾ ഇന്ത്യ പോലെ രാജ്യം എടുത്തു കഴിഞ്ഞാൽ രജനീകാന്ത് ശരിക്കും 50 പേരെ ഇടിച്ച് തെറിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്ന തമിഴന്മാരുണ്ട്. പണ്ടത്തെ ഒരു സിനിമയിൽ രജനീകാന്ത് ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് തലകുത്തി മറിഞ്ഞ് വന്ന് നിലത്ത് നിൽക്കുന്നു, കുറേ ആൾക്കാർ ഇടിക്കുന്നു, എന്നിട്ട് അങ്ങനെ നിന്നുകൊണ്ട് തന്നെ പുള്ളി തലകുത്തി മറിഞ്ഞ് തിരിച്ച് ഹെലികോപ്റ്ററിൻ്റെ അകത്തോട്ട് വരുന്നു. ഇതൊക്കെ വിശ്വസിക്കുന്ന തമിഴന്മാരുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഒരു ചിത്രത്തിൻ്റെ പ്രസൻറ്റേഷനിലൂടെ ആറ്റം അവിടെ നിന്ന് ഇങ്ങനെ വരുന്നതും ഇലക്ട്രോൺ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നതും ക്വാണ്ടം ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഇതൊക്കെ കാണിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ അർത്ഥം അത് ഉണ്ടെന്നല്ല. അത് ഒരു സിനിമാ കഥയാണ്, ഒരു സിനിമയുടെ പ്രസൻറ്റേഷനാണ്. സിനിമയിലൂടെ എന്തും കാണിക്കാം നമുക്ക്. മനസ്സിലായോ? ഇന്നിപ്പോൾ നമ്മൾ AI വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാം. ഇപ്പോൾ എൻ്റെ ശബ്ദം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ AI കൊണ്ട് വേറൊരു വീഡിയോ ഉണ്ടാക്കാം എൻ്റെ ശബ്ദം വെച്ചിട്ട്. മനസ്സിലായോ? ഇത്രയും എക്സാക്റ്റ് കിട്ടത്തില്ല, അതിനൊരു സ്റ്റാൻഡേർഡ് വോയിസ് മോഡുലേഷൻ കിട്ടത്തുള്ളൂ. ഇങ്ങനെയുള്ള വേരിയസ് മോഡുലേഷൻസ് കിട്ടത്തില്ല. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ അർത്ഥം അത് ഉണ്ടെന്നല്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലോകം വിശ്വസിക്കുന്ന 100% ആൾക്കാരും വിശ്വസിക്കുന്ന തത്വത്തിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് നല്ല പൂർണ്ണ ബോധ്യമുണ്ട്. ഇതിൻ്റെ ലൂപ്പ് ഹോൾ എന്താണ്? കാണുന്ന വസ്തുവിനെ വിഭജിക്കാൻ പറ്റും. കാണാത്ത വസ്തുവിൻ്റെ ഘടനയെക്കുറിച്ചിട്ട് കാണുന്ന വസ്തുവിൻ്റെ ഘടനകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാണാത്ത വസ്തുവിൻ്റെ ഘടന കാണാൻ പറ്റില്ല. അതിനെക്കുറിച്ച് പിന്നെ അതിൻ്റെ അകത്ത് എന്തുണ്ട്? ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഇതൊക്കെ ഫൗണ്ടേഷൻ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇതിനെ തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ തെറ്റിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫിലോസഫി എന്ന് പറയുന്നത്. ഫിലോസഫി എന്ന് പറയുന്ന ആസ്പെക്റ്റ് തന്നെ ഈ സബ്സ്റ്റാൻഷ്യൽ എക്വിവാലൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഓടുന്ന പട്ടി, ഓട്ടവും പട്ടിയും. അപ്പോൾ ഒരു ജീവി എന്ന് പറഞ്ഞാൽ ഓട്ടവും പട്ടിയാണ്, ഓട്ടവും പട്ടിയും ജീവിയാണെന്ന് പറഞ്ഞ് വരുത്തിത്തീർക്കും. അല്ലെങ്കിൽ ഓടുന്ന പട്ടി, ഓടുന്ന സിംഹം, രണ്ടിലും ഓട്ടം ഉള്ളതുകൊണ്ട് പട്ടിയും സിംഹവും ഒന്ന് തന്നെ എന്ന് പറയുന്ന പരിപാടികളുണ്ട്. ഇതാണ് ഈ പറയുന്ന ഫിലോസഫിക്കൽ സ്റ്റൈലുകളാണ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്? സയൻസിൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരാൾ എന്നെ അത് കാണിച്ചു തരാൻ അങ്ങനെ പറയുന്ന ഒരാൾ എന്നെ കാണിച്ചു തരണ്ട. വാദിക്കാൻ വരുന്ന ഒരാൾ എന്നെ കാണിച്ചു തരാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ചോദിക്കും, എനിക്കിത് കാണണമല്ലോ, കാരണം ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് കാണണ്ടേ. അല്ലാണ്ട് നിങ്ങൾ കഥ പറഞ്ഞാൽ മതിയോ? എല്ലാ കുട്ടികളെ അത് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടി പോയി ഒരാളോട് ചോദിക്കുകയാണ്, എന്നെങ്കിലും അതൊന്ന് കാണിച്ചു തരൂ, ഞങ്ങളെ കാണിച്ചു തരൂ. കുട്ടികൾ ചോദിക്കുകയാണ്, ഞങ്ങളെ കാണിച്ചു തരൂ ഇതുണ്ടെന്നുള്ളത്. അയ്യോ, അത് കാണാൻ പറ്റില്ല, ഞങ്ങളുടെ കയ്യിൽ പ്രത്യേക മെഷീനുണ്ട്, അത് സ്വിറ്റ്സർലൻഡിലായിരിക്കണം, അതിൻ്റെ ആസനത്തിൽ കൂടി കടത്തി വിടുമ്പോഴാണ് ഞങ്ങൾക്കത് കാണാൻ പറ്റുള്ളൂ, ഞങ്ങളത് വീഡിയോ ആയിട്ട് കാണിച്ചു തരാമെന്ന്. വീഡിയോ കാണണ്ട, വീഡിയോ പ്രസൻറ്റേഷനാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇത്രയും വലിയ കള്ളത്തരങ്ങൾ ഇവിടെ വിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സബ്സ്ട്രേറ്റ് ലെവലിൽ അടിസ്ഥാന ഗുണങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നിൽ എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് അവിടെ എത്തുമ്പോൾ എല്ലാ സിദ്ധാന്തങ്ങളും ഒരു യൂണിഫൈഡ് പ്രിൻസിപ്പിളോട് എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. പിന്നെ അതിനെ നിലനിർത്തുക എന്നുള്ളതാണ്. അത് നമ്മളെ എപ്പോഴും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
പക്ഷേ പുതിയ ടെക്നോളജിയും പുതിയ ടെക്നോളജിയുടെ ആവിഷ്കാരവും അത് പിന്നീടുണ്ടാവും. കാരണം എന്താ, അത്രയും ഗുണങ്ങൾ, അടിസ്ഥാന ഗുണങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിൽ ഇതിനെല്ലാം കമ്പൈൻ ചെയ്ത് പുതിയ പുതിയ ഗുണങ്ങളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ പുതിയ രീതിയിൽ ആൾക്കാർ പരീക്ഷിച്ചു നടക്കുമ്പോൾ പുതിയ സാധനം ഉണ്ടാവും. അത് പുതിയ ഗുണങ്ങളെ ഉണ്ടാക്കുന്ന കാര്യമാണ്. മറ്റേത് ഈ ലോകത്തിൻ്റെ സ്ട്രക്ചറിനെ മനസ്സിലാക്കുന്നതും ഈ സ്ട്രക്ചറുള്ള ഗുണങ്ങളെ മനസ്സിലാക്കുന്നതുമാണ്. അതിനൊരു പരിധി എത്തിക്കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞ് പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല. അവിടെയാണ് ഈ കഥകൾ ഉണ്ടാക്കുന്നത്. ബില്യൺസ് ഓഫ് പ്ലാനറ്റുകൾ, ബില്യൺസ് ഓഫ് ഗാലക്സികൾ, പിന്നെ അതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്തിനാണ് ഇതുണ്ടാക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മനുഷ്യരുടെ ഇമാജിനേഷൻ നഷ്ടപ്പെട്ടു പോകണ്ട, ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടേണ്ട? ജീവിതത്തിൻ്റെ അർത്ഥമൊന്നും ഇങ്ങനെയുള്ള ഇമാജിനേഷൻ വെച്ച് ഉണ്ടാക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. മനസ്സിലായോ? അതല്ലാതെ തന്നെ ജീവിതത്തിന് അർത്ഥമുണ്ട്. മനുഷ്യർ അവരുടെ ഗുണങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ തന്നെ അത് തന്നെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത്. അത്ര മതി, അത് തന്നെ ധാരാളമാണ്. അതിന് ഇങ്ങനെയുള്ള കഥകളൊന്നും ആവശ്യമില്ല. അതെല്ലാം ഫാൻറ്റസികളാണ്. ഈ ഫാൻറ്റസികളിൽ ജീവിക്കുമ്പോഴാണ് ലോകം മുഴുവൻ ഇത്ര കെയോസിലോട്ട് പോകുന്നത്. കാരണം അപ്പോൾ പല ഫാൻറ്റസികളുണ്ടാവും. ഈ ഫാൻറ്റസിലുള്ള ആൾക്കാർ തമ്മിൽ അടിയാവാൻ തുടങ്ങും. ഇതാണ് പറയാനുള്ളത്. അനുഭവ ബോധ്യത്തിലൂടെ ചിന്തിക്കുന്നവന് മാത്രമേ ദൃഷ്ടാന്തമുള്ളൂ, അല്ലാണ്ട് ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമില്ല. ചിന്ത രണ്ട് തരത്തിലുണ്ട്. ഭാഷാ ചിന്തയുമുണ്ട്, അനുഭവ ബോധ്യ ചിന്തയുമുണ്ട്. ആത്മാനുഭവ ബോധ്യ ചിന്തയിലൂടെ പോകുന്നതിന് മാത്രമേ ഈ കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കുറേ പുസ്തകങ്ങളും വായിച്ചിട്ട് നാട്ടുകാരും അധികാരവും ഭൂരിപക്ഷവും അല്ലെങ്കിൽ വലിയൊരു ജനത മുഴുവൻ ഇതൊക്കെ വിശ്വസിക്കുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ ശരിയായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയാണെങ്കിൽ 2 ബില്യൺ ആൾക്കാർ 2 ബില്യൺ ആൾക്കാർ യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഏകദേശം 1.25 ബില്യണോളം വരുന്ന ആൾക്കാർ അള്ളാഹ് എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മനസ്സിലായി? പിന്നെ ഹിന്ദുക്കളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബ്രഹ്മനും വിഷ്ണുവൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, എന്തോ അവതാരങ്ങൾ പോലെ. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ പ്രശ്നമാവുമല്ലോ അല്ലേ? മൊത്തത്തിൽ പ്രശ്നമാവും. ഇങ്ങനെ മൊത്തം 6 ബില്യൺ ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം 6 ബില്യണോളം ആൾക്കാരെങ്കിലും പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. മനസ്സിലായി? അപ്പോൾ അത് വിശ്വസിക്കാത്ത എത്തീസ്റ്റിനോട് എൻ്റെ ചോദ്യം ഇതാണ്. അങ്ങനെ കാണാൻ പറ്റാത്ത സാധനത്തിനെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെ വിശ്വസിക്കാത്തത്? ഇത്രയും ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടല്ലോ, ഇത്രയും ആൾക്കാർ വിശ്വസിച്ചാൽ അത് ശരിയാവണമല്ലോ. ഇത്രയും സയൻറ്റിസ്റ്റുകൾ പറയുന്നത് വെച്ചാൽ ഈ മറ്റേ നിങ്ങൾ റിലീജിയൻ എടുത്തു കഴിഞ്ഞാൽ ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരും നിങ്ങൾ വിളിക്കുന്ന സയൻറ്റിഫിക് സർട്ടിഫിക്കറ്റുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. അത് എന്നിട്ട് എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? കാരണം എന്താ പറയുക, നിങ്ങൾ ചോദിക്കുന്ന മുമ്പിലോട്ട് വെക്കുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് നേരിട്ട് എവിഡൻസ് വേണം, കാണണം, അനുഭവിക്കണമെന്നാണ് പറയുന്നത്. മനസ്സിലായി? നേരിട്ട് കാണണം, നേരിട്ട് ഞങ്ങൾ ടച്ച് ചെയ്യണം, കാണണം. ഇതെന്തുകൊണ്ടാണ് നിങ്ങളുടെ ശാസ്ത്രത്തിൽ ചോദിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളത് ചോദിക്കാത്തത്? കാരണം നിങ്ങളും മത്സ്യകൂർമ്മ വരാഹങ്ങളാണ്. നിങ്ങൾ ഒരു ഫിഷ് ടാങ്കിൽ നിന്ന് ചാടി അടുത്ത ഫിഷ് ടാങ്കിലോട്ട് പോയി, വേറൊരു ഫിഷ് ടാങ്കിൽ നിന്ന് ചാടി വേറൊരു ഫിഷ് ടാങ്കിൽ പോയി. നിങ്ങളെല്ലാവരും ബേസിക്കലി ഭൂരിപക്ഷം അധികാരവും പറയുന്നത് കേട്ട് ആ സങ്കല്പം ഉണ്ടെന്ന് താൻ നേരിട്ട് അനുഭവിച്ച് ബോധ്യപ്പെട്ടതാണെന്ന് പറഞ്ഞ് ജീവിക്കുകയും അത് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന മത്സ്യകൂർമ്മ വരാഹ ഗണത്തിൽപ്പെട്ട മനുഷ്യരാണ് നിങ്ങളെല്ലാവരും. മനസ്സിലായോ? അതാണ് ഇവരെല്ലാവരും ഒരേ ആൾക്കാർ തന്നെയാണ്. കാരണം ഈ ഏത് മതവും സ്പിരിച്വാലിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന തത്വം ഭൂരിപക്ഷവും അധികാരവും പറയുന്ന സങ്കല്പം താൻ നേരിട്ട് അനുഭവിച്ച് ബോധ്യപ്പെട്ടതാണെന്നുള്ള ബോധ്യത്തിൽ, അല്ല ഒരു കള്ളബോധ്യത്തിൽ ജീവിക്കുകയോ വിശ്വസിക്കുകയോ പഠിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യുന്ന ആൾ. ഇതാണ് മതവിശ്വാസം. ഇത് തന്നെയാണ് എത്തിയിസ്റ്റ്. മനസ്സിലായി? അല്ലാണ്ട് അതിന് ഇന്ന ദൈവങ്ങൾ വേണമെന്നോ മൂർത്തികൾ വേണമെന്നൊന്നുമില്ല. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. ഇതാണ്. അപ്പം അതുകൊണ്ട് ഇതാണ് സത്യം.